Hi everyone, welcome to iLearn IAS Academy. നമ്മൾ ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 1, അതായത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ഓൺ മെയ്, ജൂൺ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആ ഒരു ടെസ്റ്റിൻ്റെ ഡിസ്കഷനിലേക്കാണ് കടക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. So we'll go through the first question. Consider the following statements regarding the financial stability report released by the Reserve Bank of India. First statement says that the FSR provides a detailed analysis of the monetary policy framework adopted by the RBI. Second statement says it primarily focuses on assessing risk and vulnerabilities in the Indian financial system. And the third statement says that the FSR is released annually, providing a snapshot of the economic outlook for the next financial year. So, ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് FSR എന്ന് പറയുന്ന കാര്യം നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് ആണ്. ആൻഡ് ആസ്പിറൻസ് ആർ സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് അബൌട്ട് FSR. അപ്പോൾ ഇവിടെ FSR പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് അഡോപ്റ്റഡ് ബൈ RBI എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കിതിൻ്റെ പേര് നോക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടാണല്ലേ. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ അവർ മോണിറ്ററി പോളിസിയുടെ ഡീറ്റെയിൽ അനാലിസിസ് കൊടുക്കാൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സേസ് ദാറ്റ് ഇറ്റ് പ്രൈമർലി ഫോക്കസ് ഓൺ അസസിങ് റിസ്ക് ആൻഡ് വൾണറബിലിറ്റീസ് ഇൻ ദ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇത് തന്നെയാണല്ലേ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ റിസ്ക് ആൻഡ് വൾണറബിലിറ്റീസിനെ അസസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാൻ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദി FSR ഇസ് റിലീസ്ഡ് ആനുവലി, പ്രൊവൈഡിങ് എ സ്നാപ്ഷോട്ട് ഓഫ് ദി എക്കണോമിക് ഔട്ട്ലുക്ക് ഫോർ ദ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതൊരു ഫാക്ച്വൽ കാര്യമാണ്. FSR എന്ന് പറയുന്നത് ഒരു ബൈ ആനുവൽ ആയിട്ട്, അതായത് ട്വൈസ് ഇൻ എ ഇയർ റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. അത് ആ ഒരു ഫാക്ച്വൽ നോളേജ് അറിയാമെങ്കിലാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് ഇവിടെ ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് എ ആണ്, ഓൺലി 1. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ആ കീയിലൂടെ കടന്നു പോവുക. അപ്പോൾ FSRൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ആൻഡ് ട്രൈ ടു ബി ഫെമിലിയർ വിത്ത് സച്ച് റിപ്പോർട്ട്സ് ഓഫ് RBI. Second, okay, moving on to the next question. Consider the following about tiger conservation in India. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആണ്. നമ്മുടെ എൻവയോൺമെൻറ്റ് ക്ലാസ്സിലൊക്കെ ടൈഗർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസിനെ കുറിച്ചിട്ട് ഒരുപാട് പഠിക്കുന്നതായിരിക്കും. ടൈഗറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് അംബ്രല്ല സ്പീഷിയാണ്, ഫ്ലാഗ്ഷിപ്പാണ്. നമ്മൾ സ്റ്റേറ്റ് ഒരുപാട് അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട് എല്ലാ വർഷവും. അതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സോ ദിസ് സ്പീഷീസ് ഇസ് ഓൾവേസ് ഇൻ ന്യൂസ്. ഇവിടെ നോക്കാം, ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ നോട്ടിഫൈ എൻ ഏരിയ ആസ് ടൈഗർ റിസർവ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുപോരാതെ തന്നെ നമ്മളുടെ ന്യൂസിലൊക്കെ ഈ ഒരു ഗോവ സ്റ്റേറ്റിലുള്ള ഒരു ടൈഗർ റിസർവിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ടസിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നമുക്ക് മനസ്സിലാവും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അതിൻ്റെ അതോറിറ്റി ഇരിക്കുന്നത് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, പ്രൊജക്ട് ടൈഗർ കവർ ഏരിയ ഔട്ട്സൈഡ് ടൈഗർ റിസർവ്സ് ഓൾസോ. അപ്പോൾ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മളൊരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്, വളരെ വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ടൈഗർ റിസർവ്സിൻ്റെ ഉള്ളിൽ മാത്രമേ ഒതുങ്ങി നിൽക്കൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലിമിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം ടൈഗർ റിസർവിന് പുറത്തുള്ള ഏരിയാസും കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ കാണുന്ന ടൈഗേഴ്സിനെയും കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. Moving on to the third statement, India hosts around 50% of tiger population of the world എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 50% കമ്പാരിറ്റീവ്ലി വലിയൊരു എമൗണ്ട്, വലിയൊരു നമ്പർ തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഹോസ്റ്റ് അറൌണ്ട് 70% ഓഫ് ടൈഗർ പോപ്പുലേഷൻ ആണ് അക്കോർഡിംഗ് ടു റീസെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ നോളേജിൽ നിന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കാം. ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചു നോക്കുന്നതുകൊണ്ട് എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ സിമിലർ ഒരു സ്പീഷീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ക്രൊക്കഡൈൽ സ്പീഷീസിനെ കുറിച്ചാണ് ചോദ്യം. ഫൗണ്ട് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഈസ് അബണ്ടൻ്റ്ലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്കത് നോക്കാം.
ഗരിയൽസ് ഡസ് നോട്ട് ഷെയർ റിവർ ഹാബിറ്റേറ്റ് വിത്ത് മഗർ ക്രോക്കഡൈൽസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചൊരു ജോഗ്രഫി, നമ്മുടെ ഒരു ഇന്ത്യൻ പെനിൻസുലേനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മാപ്പിലൂടെ അത് കവർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പെനിൻസുലാർ റീജിയനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെസ്റ്റേൺ ഏരിയയിലാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു അത്രയ്ക്കും ഡെൽറ്റാസ് ഒന്നും കാണാത്ത വളരെ ഇടുങ്ങിയ ഒരു കോസ്റ്റൽ ഏരിയ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ക്രോക്കഡൈൽസ് കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് എടുക്കുന്ന ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ കോസ്റ്റിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് സുന്ദർബൻസ് ഉണ്ട്, കുറേ മാംഗ്രൂവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയായിരിക്കും കൂടുതലായിട്ട് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗരിയൽസ് ഡസ് നോട്ട് ഷെയർ റിവർ ഹാബിറ്റേറ്റ് വിത്ത് മഗർ ക്രോക്കഡൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ സ്പീഷീസ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടും ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആകുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് കാണപ്പെടില്ല എന്ന് പറയുന്നത് വളരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബോത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സുകളും തെറ്റാന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്, നെയ്തർ 1 nor 2. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇതൊരു പൊളിറ്റി, ജോഗ്രഫി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. മഹാദായി വാട്ടർ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ കർണാടക ഗവൺമെൻറ് പ്രൊപ്പോസസ് ടു ഡൈവേർട്ട് സം വാട്ടർ ഫ്രം ദി മഹാദായി റിവർ ടു കാവേരി റിവർ ബേസിൻ ആസ് പാർട്ട് ഓഫ് കലാസ ബന്ധൂരി നല പ്രൊജക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര ഫാക്ച്വലാണ്. ഇത് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊരു കൺഫ്യൂഷനൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ മഹാദായി റിവറും കാവേരി റിവറിൻ്റെ ഒരു ജോഗ്രഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് തെറ്റാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം മഹാദായി റിവർ ഈ ഡിസ്പ്യൂട്ട് വരുന്നത് തന്നെ ഗോവയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇത് ആ ഒരു കുറച്ചുകൂടി നോർത്തേണിലേക്ക് നിൽക്കുന്ന ഒരു നദിയായിരിക്കണം. കാവേരി കമ്പാരിറ്റീവ്ലി കുറച്ച് സദേൺ നദിയാണ്. അപ്പോൾ മഹാദായിയിൽ നിന്ന് കാവേരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു റിവേഴ്സിൻ്റെ ഒരു മാച്ച് കൊടുത്തേക്കുന്നത് തെറ്റായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മൽപ്രഭ നദിയിലേക്കാണ് അവരെ വെള്ളം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സലീം അലി ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ഐലൻഡ് ഓഫ് ചൊറാവോ ഇൻ ദി മഹാദായി റിവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ സലീം അലി ബേർഡ് സാങ്ച്വറി ഇപ്പോൾ ഗോവയൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതൊരു ഐലൻഡിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പേര് ഒക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണില്ല. ഭയങ്കര ഫാക്ച്വലാണ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻഫാക്ട് കറക്റ്റ്. ഇതൊരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചൊരാവോ ഐലൻഡിൽ തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദ മഹാദായി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ വാസ് സെറ്റപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ ആർട്ടിക്കിൾ 262 ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞേക്കാം. അപ്പം ഇത് നമ്മളുടെ പൊളിറ്റി ഫണ്ടമെൻ്റൽ നോളേജിൽ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആർട്ടിക്കിൾ 262 റിലേറ്റ്സ് ടു ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്, അത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ആർട്ടിക്കിൾ 262 പ്രകാരം ഉണ്ടാക്കുന്ന ഒരു ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കില്ലേ എന്ന് നമുക്കൊരു ഡൗട്ട് വന്നേക്കാം. പക്ഷേ ഈ ആർട്ടിക്കിൾ 262 പ്രകാരം ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ആക്ട് പ്രകാരം ഉണ്ടായ ബോഡിയാണ് മഹാദായി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, മറിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ആ ഒരു നോളേജ് വെച്ച് നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത് ഓൺലി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് സി എന്താണ് അവർ ചോദിച്ചേക്കുന്നത്. പാർട്ടീസ് ടു ദി അപ്പൻഡിക്സ് 2 ഓഫ് ദി കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് CMS അല്ലേ. അപ്പോൾ നീഡ് ടു ഇവോൾവ് മൾട്ടിലാറ്ററൽ കൺസെൻസസ് ടു പ്രൊട്ടക്ട് ത്രെട്ടൻഡ് ഫിഷ് സ്പീഷീസ് എന്ന് പറഞ്ഞേക്കുന്നത്. അഗെയിൻ ഒരു സ്പീഷി ബേസ്ഡ് ചോദ്യമാണ്. അതിൻ്റെ റീസൺ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യം കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് കവേഴ്സ് മറൈൻ സ്പീഷീസ് ഓൾസോ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, നമ്മളൊരു ലോജിക്കൽ തിങ്കിങ്ങിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്.
ഫസ്റ്റ് പറഞ്ഞേക്കുന്ന അപ്പൻഡിക്സ് 2-ൽ പ്രകാരം അവർക്ക് ഫിഷ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊരു കൺസെൻസ് ഇവോൾവ് ചെയ്യണം. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത് കവർ മറൈൻ സ്പീഷീസ് ഓൾസോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് 1-ഉം ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2-ഉം ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 1-ൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആസ്പിറൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ന്യൂസിൽ വരുന്നതും സ്റ്റാറ്റിക്കുമായിട്ടുള്ള ഇതുപോലത്തെ കൺവെൻഷൻസും എഗ്രിമെൻസും ഒക്കെ പഠിച്ചിരിക്കുക, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ക്ലിയർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് UPSC അങ്ങനത്തെ ഫണ്ടമെൻ്റൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. മൂവിങ് ഓൺ ടു ദ 6th question. കൺസിഡർ ദ ഫോളോയിങ് പൊല്യൂട്ടിംഗ് സോഴ്സസ്. ഓക്കെ, ഇതൊരു പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. 3 സോഴ്സ് തന്നിട്ടുണ്ട്: വെഹിക്കിൾസ്, പവർ പ്ലാന്റ്സ് ആൻഡ് ഫാക്ടറീസ്. എമിഷൻസ് ഫ്രം വിച്ച് ഓഫ് ദി എബവ് സോഴ്സസ് ഡയറക്ട്ലി റിലീസസ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താ പറയുക, സാധാരണ ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കാണുമെന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്ട്ലി റിലീസസ് എന്ന് ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ദിസ് ക്വസ്റ്റ്യൻ റിക്വയർസ് അറ്റൻഷൻ. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഗ്രൗണ്ട് ലെവൽ ഓസോൺ പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണോ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. അത് പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ റിയാക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറക്ട്ലി ഗ്രൗണ്ട് ലെവൽ ഓസോൺ റിലീസ് ചെയ്യുന്ന സോഴ്സസിൽ ഇവ പെടുന്നില്ല, കാരണം അതൊരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആയതുകൊണ്ട്. ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്, നൺ ഓഫ് ദി അബവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തി വയ്ക്കുക. ആ ഒരു ക്ലാരിറ്റി കൊണ്ട് ഇത്തരം കാണുമ്പോൾ ഫാക്ച്വലാന്ന് തോന്നുന്ന ചോദ്യങ്ങളെ ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 7th question ആണ് നോക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സം ബുവാബാബ് സീഡ്സ് ആർ യൂസ് ടു മേക്ക് ഡൈസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അറിയില്ല ഈ ഒരു പേര്, ഈ സീഡിൻ്റെ പേര് തന്നെ ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിക്കൊള്ളുന്നില്ല. സം ബുവാബാബ് സീഡ്സ് ആർ ഹൈലി പോയ്സണസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. സം ബുവാബാബ് ട്രീ ട്രങ്ക്സ് ആർ യൂസ് ടു സ്റ്റോർ വാട്ടർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി നോട്ട്. സം ബുവാബാബ് ഫ്രൂട്ട്സ് ക്രാക്ക് വൈൽ സ്റ്റിൽ ഓൺ ട്രീ. അപ്പം ഇവിടെ ബോബാബ് ട്രീ എന്താണെന്നോ ബോബാബ് സീഡ് എന്താണെന്നോ ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ഈ ഒരു പോസിബിലിറ്റി എൻഹാൻസേഴ്സിനെ നമ്മൾ നമ്മുടെ പ്രിലിംസ് 2023 കണ്ടിരുന്നൊരു കാര്യമായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് വിചാരിക്കുക, സം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇത് അങ്ങനെ ആയിക്കൊള്ളാം എന്ന് വിചാരിക്കും. ഏതെങ്കിലും ബോബാബ് സീഡുകൾ ഡൈ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. ഇത് ആ ഒരു ലോജിക് പ്രകാരം ഇവിടെ ഓൾ 4 ആണ് ഉത്തരം വരേണ്ടത്. പക്ഷേ ഇവിടെ ഓൾ 4 അല്ല ഉത്തരം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സമ്മ് കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് ഡൈവ് ഇൻ ചെയ്യാതെ റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വെരി കെയർഫുള്ളി. ഇപ്പോൾ സം ബുവാബാബ് സീഡ്സ് ആർ യൂസ് ടു മേക്ക് ഡൈസ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടോണിലാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിം ചെയ്തേക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സം ബുവാബാബ് സീഡ്സ് ആർ ഹൈലി പോയ്സണസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഹൈലി കാണുമ്പോൾ നമുക്കൊന്ന് കോഷ്യസ് ആവേണ്ട കാര്യമുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞാൽ ബോബാബ് സീഡ്സ് പറഞ്ഞാൽ ഭയങ്കര എഡിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഫണ്ടമെൻ്റൽ നോളജിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 തെറ്റാണ്. ബാക്കി 3 വളരെ പോസിറ്റീവ് ടോണിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 3. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടെക്നിക്കുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നിക്കിൽ എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ആ ഒരു ഓപ്ഷൻസും ആ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് നിങ്ങൾ ആ ടെക്നിക്ക് അവിടെ അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കി പ്രോപ്പറായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ജസ്റ്റ് ആ ഒരു ഇത് കണ്ടു നേരെ അതിലേക്ക് ഡൈവ് ഇൻ ചെയ്യരുത്. ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദി 8th question. അതൊരു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അൺലൈക്ക് ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ വിച്ച് ഹിയേഴ്സ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, ദി ICC ഹാൻഡിൽസ് പ്രോസിക്യൂഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ഇതിന് ഈ 2 കോർട്ടുകളുടെയും ഒരു കമ്പാരിസൺ ലെവലിലാണ് സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്തേക്കുന്നത്. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓൺലി ഇഫ് യു നോ ദാറ്റ് this is the fundamental difference. This is one among the fundamental difference of ICC and ICJ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് ശരിയാണ്.
ICC has its headquarters in The Hague, Netherlands എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. The ICC is competent to hear a case if the country where the offense was committed is a party to the Rome Statute എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കീഴിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ക്രൈറ്റീരിയാസ് ആണ് ഇവർക്ക് ഉള്ളത്. ആ ICCക്ക് ഒരു കേസ് ഹിയർ ചെയ്യാൻ കോമ്പീറ്റൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് വൺ എമംഗ് ദം. ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Fourth statement says that India and China are not parties to the Rome Statute എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു ഈസ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യ, ചൈന, USA, റഷ്യ പോലത്തെ മേജർ ആയിട്ടുള്ള പാർട്ടീസ് ഒന്നും റോം സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ICC നമ്മൾക്ക് റഷ്യ, ഉക്രൈൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസിൽ പലപ്പോഴായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ UPSC അത് പിക്ക് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ബി ഫെമിലിയർ വിത്ത് ദിസ് ബോഡി, compare it with ICJ and make a table for evaluation. Okay, ഇവിടെ ആൻസർ വരുന്നത് D ആണ്. All four are right statements. Moving on to the next question, 9th question. Statement 1, statement 2 ഒരു assertion reason പോലെ തന്നെയാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. Appropriate monitoring, inspection and safe passage of all commercial ships is one of the requirements under Black Sea Grain Initiative. അപ്പോൾ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവിൻ്റെ അടിയിൽ ഒരു റിക്വയർമെൻറ്റ് ഈ ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പുകളുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പോസിറ്റീവ് രീതിയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജോയിൻറ്റ് കോർഡിനേഷൻ സെൻറ്റർ ഈസ് ഹോസ്റ്റഡ് ഇൻ ഇസ്താൻബുൾ വിച്ച് ഇൻക്ലൂഡ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം റഷ്യ, ടർക്കി, ഉക്രൈൻ ആൻഡ് UN എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതും ശരിയായിരിക്കാവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഇതൊന്നിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ എക്സ്പ്ലനേഷൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടെ ആൻസർ വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ളതാണ്. ആൻസർ B ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, നൗ ദി 10th question. 10th ക്വസ്റ്റ്യനിൽ കൺസിഡർ ദ ഫോളോയിങ് പ്രൈമേറ്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റീസസ് മക്കാക്കെ, വെസ്റ്റേൺ ഹൂളോ ഗിബ്ബൺ ഉണ്ട്, നീലഗിരി ലങ്കൂർ ഉണ്ട്, ലയൺ ടെയിൽ മക്കാക്കെ ഉണ്ട്. അപ്പം ഈ 4 സ്പീഷീസിൽ ഹൗ മെനി ഓഫ് ദി എബവ് ഹാവ് എ ടെയിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾക്ക് എന്താ പറയുക UPSC രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ UPSC 2023 ഇന്ത്യൻ സ്കുരലിനെ പറ്റിയും അതിൻ്റെ ഹണി ബീകളെ പറ്റിയൊക്കെ വളരെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ക്വസ്റ്റ്യനാക്കി കൊണ്ടുവന്നിരുന്നു UPSC 2023. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പടങ്ങളിൽ നമ്മൾക്ക് എന്തോരം ഒബ്സർവേഷൻസ് ഉണ്ട്, നമ്മൾ എന്തോരം ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നു എന്ന രീതിയിൽ ആണ് ഈ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ഹൂളോ ഗിബ്ബണ്ണാണ് ടെയിൽ ഇല്ലാത്തത്. ബാക്കി 3 എണ്ണത്തിലും ടെയിലുള്ള സ്പീഷീസാണ്. ഇവിടെ ആൻസർ വരുന്നത് C ആണ്, ഓൺലി 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു അസർഷൻ റീസൺ പോലത്തെ ഒരു ചോദ്യമാണ് 11th ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ് ടു UN പീസ് കീപ്പിംഗ്. ഓക്കെ, UN പീസ് കീപ്പിംഗ് കുറേ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. 75th ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. ഗോസ് ബിയോണ്ട് ട്രൂപ്പ് ഡിപ്ലോയ്മെൻറ്റ്, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഷോയിങ് എ ഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ ആൻഡ് ജെൻഡർ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണുമ്പോൾ ഇതിലെവിടെയാണ് ഇതിന് ഒരു തെറ്റായി വരാനുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. ഇത് വളരെ പോസിറ്റീവ്ലി ടോൺ ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു ആസ്പിറേഷനെ തന്നെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ സെൻറ്റർ ഫോർ യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് CUNPK ഇൻ ന്യൂ ഡൽഹി ഈസ് എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ടു ട്രെയിനിങ് വിമൻ പേഴ്സണൽ ഫോർ UN പീസ് കീപ്പിംഗ് മിഷൻസ്. ഇവിടെ ഇത് വായിക്കുമ്പോഴും നിങ്ങൾ ഇത് ശ്രദ്ധയോടുകൂടി വായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം മിസ് ഔട്ടായി പോകും. കാരണം ഇതൊരു വലിയ ചോദ്യമാണ്. എക്സാമിൻ്റെ ആ ഒരു പ്രഷറിൽ ചിലപ്പോൾ നിങ്ങളത് കണ്ടുവന്ന് വരില്ല. സോ ക്ലോസ് അറ്റൻഷനിൽ വായിക്കുമ്പോൾ എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് എന്നൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ അല്ല, പക്ഷേ വിമനെയും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, മെന്നിനെയും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് UN പീസ് കീപ്പിംഗ് മിഷൻസിനായിട്ട്. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് തന്നെ വി അറൈവ് അറ്റ് അവർ ആൻസർ ഡയറക്ട്ലി, ദാറ്റ് ഈസ് ഓപ്ഷൻ C. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ആർട്ടമിസ് അക്കോർഡ്സ് ആണ്. ഓക്കെ, കുറേ ന്യൂസിൽ ഉണ്ടായിരുന്നു മെയ് ജൂൺ ടൈമിലൊക്കെ ആർട്ടമിസ് അക്കോർഡ്സ് സൈൻ ചെയ്തു, ഇന്ത്യ സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. ആൻ ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ് റിലേറ്റഡ് ടു സ്പേസ് എക്സ്പ്ലോറേഷൻ ആണ്. അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദി ആർട്ടമിസ് അക്കോർഡ്സ് ഫോക്കസ് ഓൺ ദി റെഗുലേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഇൻ ദ സ്പേസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഓൺ ഹോൾഡ്. നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദേ പ്രൈമർലി അഡ്രസ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക് ലൂണാർ സൈറ്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്. ഓക്കെ, ഈ ഒരു കാര്യം ആർട്ടമിസ് അക്കോർഡിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇവിടെ ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ദ ആർട്ടമിസ് അക്കോർഡ് എയിം ടു എസ്റ്റാബ്ലിഷ് എ ഫ്രെയിംവർക്ക് ഫോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ റിസോഴ്സസ് എമംഗ് ദി സിഗ്നേറ്ററി നേഷൻസ്. അപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആ ന്യൂസ് വളരെ തറവായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് തരുന്നതോടുകൂടി ദിസ് ക്വസ്റ്റ്യൻ ബിക്കംസ് മോർ ഡിഫിക്കൽട്ട്. അപ്പോൾ ഇവിടെ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇത് സ്പേസ് ഇൻഡസ്ട്രിയിലെ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കുറിച്ചിട്ടല്ല, മറിച്ച് സ്പേസ് എക്സ്പ്ലോറേഷനെ കുറിച്ചിട്ടാണ് കൂടുതൽ കൺസേൺ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതൊരു ഇൻ്റർനാഷണൽ ബോഡി റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യമാണ് 13th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് UN ഫോറം ഓൺ ഫോറസ്റ്റ് വർക്ക് അണ്ടർ ദി UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, FAO along with the UN forum on forest organize the International Day of Forest. ഓക്കെ, ഇതൊരു വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കിതിൽ ഒരുപാടൊന്നും നമുക്ക് ലോജിക്കലി ഇതിനെ ക്രാക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ വരുമ്പോൾ ആ ഒരു കണ്ട ഒരു ഓർമ്മയിൽ നമുക്കത് ക്രാക്ക് ചെയ്യാമെന്നുള്ളൂ. അല്ലാതെ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായിട്ട് ലോജിക്കൊന്നും നമുക്ക് എടുക്കാനില്ല. ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ആൻസർ സി ആണ് വരുന്നത്. സോ നിങ്ങൾ ആൻസർ കീ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആൻസർ കീ വായിച്ച് ഇത്തരം ഓർഗനൈസേഷൻസ് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അടിയിൽ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ്റെ അടിയിൽ വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കാൻ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിൽ യു ജസ്റ്റ് നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഫാക്ട്, യു ഡോണ്ട് ഹാവ് ടു റീപ്രൊഡ്യൂസ് ദാറ്റ് ഫാക്ട് മെയിൻസിലെ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് 13th ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. ഓക്കെ, 14th ക്വസ്റ്റ്യനിൽ നമുക്ക് കടക്കാം. Which one of the following will be the most likely consequence of implementation of carbon border adjustment mechanism അല്ലെങ്കിൽ CBAM എന്ന് വിളിക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ മോസ്റ്റ് ലൈക്ലി കോൺസിക്വൻസ് ആണ്. അപ്പോൾ ഇതും UPSC പലപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്. ആ ഒരു മോസ്റ്റ് ലൈക്ലി കോൺസിക്വൻസ് എക്കണോമി കോണ്ടെക്സ്റ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് വിൽ ഗെറ്റ് എ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്റപ്ഷൻസ്. ഇല്ല, ഇതൊരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. അപ്പോൾ ഇത് എന്തോ ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ ആവാൻ സാധ്യത കുറവാണ്. പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ക്യാൻ ട്രേഡ് ഇൻ ദി കാർബൺ മാർക്കറ്റ് വിത്ത് ലെസ് പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത് ഒരു ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മാർക്കറ്റാണ്, അല്ലെ കാർബൺ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെയും ആ ഒരു കാര്യത്തിൻ്റെ ഒരു കോർ കാര്യം വന്നിട്ടില്ല. ഓപ്ഷൻ സി നോക്കാം. ഇറ്റ് എൻഷ്യൂർസ് പാരിറ്റി ബിറ്റ്വീൻ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ നേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഓൺ എമിഷൻ ബേസിസ്. അപ്പോൾ എമിഷൻ്റെ ഒരു ബേസിസിൽ പ്രൊഡക്റ്റുകൾ തമ്മിൽ പാരിറ്റി ഉണ്ടാക്കുക എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു ട്രേഡ്. നമുക്ക് നോക്കാം, ഡിയും കൂടി വായിച്ചു നോക്കാം. എക്സ്പോർട്സ് ഓഫ് മെനി നേഷൻസ് ബിക്കം ഹൈലി കോമ്പറ്റീറ്റീവ്. അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചർ കൂട്ടുക അങ്ങനത്തെ ഒരു കാര്യമല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എമിഷൻ ബേസിസിൽ രാജ്യങ്ങളെ എല്ലാവരും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ CBAM-നെ കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുക. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത്യാവശ്യം അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പേപ്പറിലൊക്കെ. സോ ബി ഫെമിലിയർ വിത്ത് ദാറ്റ് മെക്കാനിസം. അടുത്ത 15th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 15th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കൺസിഡർ ദ ഫോളോയിങ് പെയർസ്. ഇതൊരു പെയർ ബേസ്ഡ് ചോദ്യമാണ്.
കുറച്ച് അതോറിറ്റികളെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ കറക്റ്റ് ആക്റ്റായിട്ട് ലിങ്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സോ ഈ അതോറിറ്റികളൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഇവരുടെ ഒരു കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ്. അപ്പോൾ അത് നമ്മുടെ GM ക്രോപ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അപ്രൂവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പഠിക്കുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ എൻവയോൺമെൻറ്റ് ക്ലാസ്സുകളിൽ. അത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വഴി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പെയർ 1 ശരിയായിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. പെയർ 2 നോക്കാം. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി വാട്ടർ ആക്ട്. ഇതൊരു UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി. ഇവിടെ ആൻസർ വരുന്നത് വാട്ടർ ആക്ട് അല്ല, ഇത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു ബോഡിക്ക്. ഇനി ഓപ്ഷൻ പെയർ 3 നോക്കാം. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അല്ല, പകരം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആക്ട് ആണ് അതിന് വേണ്ടി വരുന്നത്. ബയോഡൈവേഴ്സിറ്റി ആക്ട് അതാണ് ഈ ഒരു മാച്ചിൻ്റെ. അപ്പോൾ ഇതും ഒരു തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 പെയറും തെറ്റാണ്. ഫോർത്ത് 1 നോക്കുകയാണെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അത് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണ്, അത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1 and 4 ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 16th ക്വസ്റ്റ്യൻ. റിവർ സിറ്റീസ് അലയൻസ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു റിവർ സിറ്റീസ് അലയൻസിനെ കുറിച്ചിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. മേ ബി നമുക്കത് അറിയുന്നുണ്ടായിരിക്കില്ല, അറിയുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ്റർനാഷണൽ സിറ്റീസ് ക്യാൻ ഓൾസോ ജോയിൻ ദി അലയൻസ് ആസ് മെമ്പർ സിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫാക്ച്വലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദർ മേ ബി എ ടെൻഡൻസി ടു സ്കിപ്പ് സച്ച് ക്വസ്റ്റ്യൻസ്. പക്ഷെ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഒന്ന് ലോജിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഈ റിവർ സിറ്റീസ് അലയൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ റിവർ ഉണ്ട്, സിറ്റീസ് ഉണ്ട്, അലയൻസ് ഉണ്ട് അല്ലേ ഈ ഒരു വാക്കിൽ. ഇപ്പോൾ റിവറും സിറ്റീസ് അലയൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മിനിസ്ട്രീസ് ജലശക്തിയും അർബൻ അഫയേഴ്സും ആണെന്ന് പറയുന്നതിൽ നമുക്ക് കൗണ്ടർ ചെയ്യാനായിട്ടൊന്നുമില്ല അല്ലേ. റിവറിൻ്റെ ജലശക്തിയും സിറ്റീസിൻ്റെ അർബൻ അഫയേഴ്സിൻ്റെ മിനിസ്ട്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സിറ്റീസ് ക്യാൻ ഓൾസോ ജോയിൻ ദി അലയൻസ് ആസ് മെമ്പർ സിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു അലയൻസ് ആണ്. ഒരു അലയൻസ് ആകുമ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള അലയൻസ് ഉണ്ടായിരിക്കും, കൺട്രിയുടെ അകത്തു നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും, മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ ഇതൊരു വളരെ പോസിറ്റീവ് രീതിയിലാണ് വെച്ചേക്കുന്നത്. ഈ അലയൻസ് എന്ന് പറയുന്ന ടേമുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2. ഇവിടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17th ക്വസ്റ്റ്യൻ അഗെയിൻ അസർഷൻ റീസൺ പോലത്തെ ഒരു ചോദ്യമാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് വീറ്റ് ഫ്ലോർ ആൻഡ് റൈസ്. ഓക്കെ, വീറ്റ് ഫ്ലോർ ആൻഡ് റൈസ് ആർ ഫോർട്ടിഫൈഡ് വിത്ത് അയൺ, വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊരു കുറച്ച് ഫാക്ച്വൽ നേച്ചറിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലുക്ക് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഇൻ ഇന്ത്യ പ്രൈമർലി ഫോക്കസ് ഓൺ അഡ്രസ്സിങ് മാക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് നമ്മൾ പാനിക്കായി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വായിച്ചു കഴിഞ്ഞാൽ വി വിൽ മിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഹിയർ, മാക്രോ ന്യൂട്രിയൻ. അപ്പോൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ മാക്രോ ന്യൂട്രിയൻസിനെ അല്ല, പകരം മൈക്രോ ന്യൂട്രിയൻസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് സിയിലേക്ക് നമ്മൾ എത്തും കറക്റ്റായിട്ട്. പക്ഷേ ഓൾ യു ഹാവ് ടു നീഡ് ടു ഡു ഇസ് ദാറ്റ് ഡോണ്ട് പാനിക് വൈൽ സീയിങ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, try to read the statement with full attention and that will definitely benefit. ഓക്കെ, ഇവിടെ ആൻസർ C ആണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് ഡയറ്ററി ഹാബിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് ദി അബവ് മെൻഷൻ ഹാബിറ്റ്സ് സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ എമിഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. കൺസംഷൻ ഓഫ് റെഡ് മീറ്റ് നമുക്ക് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. യൂസിങ് പാക്കേജ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് ഐഡിയ ഉണ്ടാവില്ല. ഫുഡ് ചോയ്സസ് ഗെറ്റിംഗ് ഗ്ലോബലൈസ്ഡ്, അതും നമുക്കൊരു കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. ഡിപ്പെൻഡൻസ് ഓൺ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സീസണൽ ഫുഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് ചിലപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയേക്കാം. അതിൽ നമുക്ക് എന്തായാലും എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും വായിച്ചു നോക്കാം.
വേസ്റ്റേജ് ഓഫ് ഫുഡ്, ചൂസിങ് ലാബ് ഗ്രോൺ മീറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 and 4 ആർ കോൺട്രഡിക്റ്റിങ് ഈച്ച് അതർ അല്ലേ. ഫുഡ് ചോയ്സസ് ഗെറ്റിംഗ് ഗ്ലോബലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഫുഡിൻ്റെയും സീസണൽ ഫുഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ യൂസിങ് പാക്കേജ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സിനെയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റാൻഡിങ് ഔട്ട് ഇൻ സം സെൻസ് അല്ലേ. ഇതവിടെ ഇരിക്കട്ടെ. ബാക്കി വേസ്റ്റേജ് ഓഫ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അത് ലാൻഡ് ഫില്ലിലേക്ക് പോവും, ചിലപ്പോൾ അത് എമിഷൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. 5 ഉണ്ടായിരിക്കും. കൺസംഷൻ ഓഫ് റെഡ് മീറ്റ് നമുക്കറിയാലോ, ആ ഒരു എന്താ പറയുക കാറ്റിൽ നിന്നൊക്കെ വരുന്ന മീഥേൻ എമിഷൻസിൻ്റെ ഒക്കെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ 2ഉം 3യും ഒരു ജനറൽ ഈ ഒരു സെൻസിൽ നോക്കുമ്പോൾ 4നെ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് 2ഉം 3യും വരാൻ സാധ്യത കൂടുതലാണ്. ഇനി 6 നോക്കുമ്പോൾ ചൂസിങ് ലാബ് ഗ്രോൺ മീറ്റ്. അപ്പോൾ ലാബ് ഗ്രോൺ മീറ്റും ഈ കൺസംഷൻ ഓഫ് റെഡ് മീറ്റും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലേ. ഈ ലാബ് ഗ്രോൺ മീറ്റ് കൊണ്ടുവരുന്നത് തന്നെ ഇത്തരം റെഡ് മീറ്റുകളുടെ കൺസംഷനിൽ ഉണ്ടാകുന്ന എമിഷൻസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ആൻസറിലുണ്ടെങ്കിൽ 6 ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ലോജിക്കലി ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 4 and 6 ആണ് തെറ്റായിട്ട് ഇവിടെ വരാതിരിക്കാനുള്ള സാധ്യത ഉള്ളത്. സോ 1, 2, 3 and 5 ആൻസർ വരുന്നത് ഓൺലി 4 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെൻ്റൽ റിയാക്ടർ പ്രൊജക്ട് ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് എയിംസ് ഫോർ എ കാർബൺ ഫ്രീ സോഴ്സ് ഓഫ് എനർജി ബേസ്ഡ് ഓൺ ദി സെയിം പ്രിൻസിപ്പിൾ ദാറ്റ് പവേഴ്സ് ദി സൺ ആൻഡ് ദി സ്റ്റാർസ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്ത പോലെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഭയങ്കര ഫാക്ച്വലായിട്ട് തോന്നാം. ബട്ട് ഇവിടെ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് കിടക്കുന്നുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെയാണ് സണ്ണിനെയും സ്റ്റാറിനെയും ഒക്കെ പവർ ചെയ്യുന്ന അതേ പ്രിൻസിപ്പിൾ. സോ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, ബട്ട് വി ടെൻ ടു മിസ് സച്ച് ക്ലൂസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം കിടക്കുന്നതുകൊണ്ട് തന്നെ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, മാച്ചിങ് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ one of its missions is to demonstrate the feasibility of producing tritium within the vacuum vessels as its global supply is not sufficient എന്ന് പറയുന്നുണ്ട്. സോ ഇതൊരു ഫാക്ച്വൽ കാര്യമാണ്. നമുക്കധികം അതിലൊരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ലോജിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ട്രിറ്റിയം എന്ന് പറയുന്നത് ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള ഫ്യൂവലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഫണ്ടമെൻ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ഫിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവലുകൾ എന്താണ്, ഫ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഹൗ ഡു ദേ ഡിഫർ എന്നുള്ളൊരു ആ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയാസ് കളക്ട് ചെയ്ത് അതിനൊന്ന് ടാബ്ലേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. പ്രിലിംസിൻ്റെ സമയമാകുമ്പോൾ അത്തരം നോളേജുകൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു മോർ ബെനിഫിറ്റ്സ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 20th question. Consider the following options. Using biodecomposers, production of compressed biogas, reducing the time gap between crop cycles, crop diversification. 4 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ how many of the above mentioned options offer best solutions to the problem of stubble burning എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റബിൾ ബേണിങ്ങിന് ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് പരിഹാരം നൽകുക എന്നുള്ള രീതിയിൽ. ബയോ ഡീകമ്പോസേഴ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. ബയോ ഡീകമ്പോസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റബിൾ ബേണിംഗ് ഒഴിവാക്കി അതിന് വേണമെങ്കിൽ നമുക്കൊരു ബയോ ഫ്യൂവലാക്കി മാറ്റി ഹെൽപ്ഫുൾ ആക്കാൻ ഉപകാരപ്രദമായിരിക്കും. ശരിയാണ്. പ്രൊഡക്ഷൻ ഓഫ് കംപ്രസ്ഡ് ബയോഗ്യാസ്, അത് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിച്ച ആ ഒരു കാര്യം. ഇതും അതിനായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. തേർഡ് പറയുന്നത് റെഡ്യൂസിങ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ക്രോപ്പ് സൈക്കിൾസ്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഈ ടൈം ഗ്യാപ്പ് റിഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പല ഫാമേഴ്സും സ്റ്റബിൾ ബേണിങ്ങിലേക്ക് പോകുന്നത്. അവർക്ക് ആ ഒരു ക്രോപ്പിൻ്റെ റെസിഡ്യൂ റിമൂവ് ചെയ്യാനുള്ള അഡിക്വേറ്റ് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഈ മാസ്സായിട്ടുള്ള ബേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവർ സ്വീകരിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ റെഡ്യൂസിങ് ദ ടൈം ഗ്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫാമേഴ്സ് സ്റ്റബിൾ ബേണിങ്ങിലേക്ക് തിരിയുകയാണ് ചെയ്യുക. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് സേസ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. അത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കാരണം നമുക്ക് വ്യത്യസ്തമായ സ്റ്റബിളുകളില്ലാത്ത വേറെ ക്രോപ്പുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത്തരത്തിൽ രീതിയിൽ നമുക്ക് സ്റ്റബിൾ ബേണിംഗ് കുറയ്ക്കാനും പറ്റും.
സോ ദിസ് വിൽ ജനറലി ബി ട്രൂ. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. ബെസ്റ്റ് ഓപ്ഷൻസ് ചോദിച്ചതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക, ഓൺലി 3. ഓക്കെ, 21st ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഓപ്ഷൻസ്. First one, offshore oil and gas exploration, expansion of shipping industry, exploring deep sea minerals, and IUU fishing എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ which of them correctly emphasizes the concept of blue economy? ഈ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ, ബ്ലൂ എക്കണോമിയുടെ ഭാഗമായിരിക്കും. എന്നാലാണ് കൂടുതൽ ഇങ്ങനെ ഫിഷിങ്ങും കാര്യങ്ങളും എംപ്ലോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുള്ളൂ. ഓഫ് ഷോർ ഗ്യാസ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷനും ഡീപ് സീ മിനറൽസും രണ്ടും സിമിലർ ടോണിലുള്ള കാര്യങ്ങളാണ്, രണ്ടും മിനറൽ എക്സ്ട്രാക്ഷൻ തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ബ്ലൂ എക്കണോമിയുടെ ഒരു വളർച്ചയ്ക്ക് അത്തരം മിനറൽസിൻ്റെ ആവശ്യങ്ങൾ കൂടുതലായിരിക്കും. സോ ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഇവിടെ നിൽക്കുന്നത് ഈ IUU ഫിഷിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. IUU ഫിഷിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ, ആ ഒരു ടേം പത്രത്തിൽ ഒരുപാട് ഫെമിലിയർ ആണെങ്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് എന്താ പറയുക, അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അൺമോണിറ്റേർഡ് ആയിട്ടുള്ള ഫിഷിങ്ങിന് വേണ്ടി, ഇല്ലീഗലായിട്ടുള്ള അൺമോണിറ്റേർഡ് അൺറെഗുലേറ്റഡ് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് IUU ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും ബ്ലൂ എക്കണോമിയുടെ ഭാഗമല്ല, അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ബ്ലൂ എക്കണോമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. 1, 2, 3 കറക്റ്റ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, ഓൺലി 3. മൂവിങ് ഓൺ ടു ദ 22nd ക്വസ്റ്റ്യൻ. മില്ലറ്റ് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു മില്ലറ്റ് കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഗെയിൻ ബി കെയർഫുൾ. ഇങ്ങനത്തെ കെയർലെസ് മിസ്റ്റേക്കുകളൊന്നും വരുത്താനുള്ള സ്കോപ്പ് നമുക്കില്ല. സോ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചേക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വരിക ഈസ് എ മില്ലറ്റ് വെറൈറ്റി കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. മേ ബി ആയിരിക്കാം, അല്ലായിരിക്കാം, നമുക്കറിയില്ല. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മില്ലറ്റ് ഇൻ ഇന്ത്യ ഇൻ ദ വേൾഡ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. നമ്മളെ G20 ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ടൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചു. അത്തരം കോണ്ടെക്സ്റ്റിൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഇന്ത്യ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണെന്നുള്ളത്. രാജസ്ഥാൻ ഇസ് ദ ലീഡിങ് മില്ലറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതും അറിയായിരിക്കും. മില്ലറ്റിൻ്റെ ഒരു കൾട്ടിവേഷൻ, അതിന് വേണ്ട ഒരു ആ ഒരു എൻവയോൺമെൻറ്റും ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ തന്നെയായിരിക്കാം അതിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. ഡി സേസ് കൾട്ടിവേഷൻ ഓഫ് ജോവർ ഇൻ ഇന്ത്യ എക്സീഡ്സ് ദാറ്റ് ഓഫ് ബജ്ര. ഇത് തെറ്റാണ്. ഇന്ത്യയിൽ ബജ്ര കൾട്ടിവേഷനാണ് കൂടുതൽ കമ്പയറിംഗ് ടു ജോവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 23rd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കുറച്ച് നമുക്കൊരു ക്രൈറ്റീരിയാസ് തന്നിട്ടുണ്ട്. അതിൽ വിച്ച് ഓഫ് ദി എബവ് കംസ് അണ്ടർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഗിവൺ ടു കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് ടു കാൽക്കുലേറ്റ് MSP എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MSP എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. MSP ആയിട്ട് ബന്ധപ്പെട്ട് അത് ആരാണ് അതിൻ്റെ പ്രൈസസ് റെക്കമെൻഡ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, ഏതൊക്കെ ക്രോപ്സ് അതിൻ്റെ അടിയിൽ വരുന്നു, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കീയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ടു ഗോ ത്രൂ സച്ച് ഇൻഫർമേഷൻ. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളിൽ ഏതൊക്കെയാണ് MSPയിലേക്ക് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് ക്രൈറ്റീരിയാസ്. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചായിരിക്കണം ആൾക്കാർ MSP കൊടുക്കുന്നത്, എന്നാലാണ് അത് ഫാമേഴ്സിന് ബെനിഫിറ്റ് ആവുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കാം. പ്രൈസ് ട്രെൻഡ്സ് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. അതെ, ആ ഒരു പ്രൈസ് അവർക്ക് അവരുടെ ഒരു എന്താ പറയുക ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഫെയർ ആയിട്ടുള്ള പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ആ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ പ്രൈസുകളുടെ ട്രെൻഡുകളും കൺസിഡർ ചെയ്യണം. ഇംപ്ലിക്കേഷൻ ഓൺ കൺസ്യൂമേഴ്സ്, ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ സാധ്യത കുറവാണ്. ഇന്റർ ക്രോപ്പ് പ്രൈസ് പാരിറ്റി അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് ഫാമേഴ്സ്, അതായത് MSP കിട്ടുന്ന ക്രോപ്പുകളുടെ ഫാമേഴ്സിന് മറ്റ് ക്രോപ്പുകളുമായിട്ട് ഒന്ന് ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്കാൻ പറ്റുള്ളൂ. ഇതും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കണം. ടേംസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ സെക്ടർ, ഇതും കൺസിഡർ ചെയ്താലാണ് ആ ഒരു അഗ്രികൾച്ചർ എന്നൊരു കാര്യം തന്നെ സസ്റ്റൈനബിൾ ആക്കാൻ പറ്റുള്ളൂ, വിച്ച് ഈസ് ദ എയിം ഓഫ് MSP. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 3, 4, 5 കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻസർ ഡി ആണ് ഇവിടെ വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റിക്യൂസൽ ഓഫ് ജഡ്ജസ് ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ലെറ്റ്സ് സീ വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് ഡിമാൻഡിങ്. The Judges Enquiry Act 1968 regulates the procedure related to the recusal of a judge of Supreme Courts and High Courts. അപ്പം ഇവിടെ
റെക്യൂസൽ ഓഫ് ജഡ്ജസിനെ ഈ ഒരു ആക്റ്റാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, ലെറ്റ്സ് കീപ് ദാറ്റ് ഓൺ ഹോൾഡ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ ജഡ്ജസ് ടു ഡിസ്ക്ലോസ് ദി റീസൺസ് ഇൻ ഓപ്പൺ കോർട്ട് എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം, നമുക്ക് അതും ഹോൾഡ് ചെയ്യാം. ഇഫ് എനി ജഡ്ജ് റെക്യൂസസ് ഫ്രം ദി കേസ്, ദ കേസ് ഈസ് ലിസ്റ്റഡ് ബിഫോർ ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോർ ഫ്രഷ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു റെക്യൂസൽ എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ അധികം ഫണ്ടമെൻ്റൽ ബുക്കിലൊന്നും അധികം ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. ഈ ഒരു റെക്യൂസലിന് പ്രത്യേകിച്ച് ഒരു ആക്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ഒരു ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യവും മാൻഡേറ്ററി അല്ല. ജഡ്ജസിന് ആ ഒരു റീസൺ ഡിസ്ക്ലോസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. സോ ഇതും തെറ്റാണ്, മാൻഡേറ്ററി അല്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ അതിനൊരു ജനറൽ നേച്ചർ ഉണ്ട് അല്ലേ. ജഡ്ജസ് റിക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസിന് പുതിയ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ വെക്കാം. അപ്പോൾ അതൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് എ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ 25th question. Consider the following statements regarding the mercy plea. The act of mercy is the right of prisoner and he can claim it at any time. അപ്പോൾ നമ്മളിവിടെ ഈ മേഴ്സി പെറ്റീഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഫണ്ടമെൻ്റലി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിസണറിൻ്റെ റൈറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ, എ മേഴ്സി പെറ്റീഷൻ ടു ദ സുപ്രീം കോർട്ട് ഈസ് ദ ലാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിസോർട്ട് എ കൺവിക്ട് ക്യാൻ ടേക്ക്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഫണ്ടമെൻ്റൽ ബുക്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ലക്ഷ്മികാന്തിലൊക്കെ. ഇത് സുപ്രീം കോർട്ടല്ല, മറിച്ച് പ്രസിഡൻ്റാണ് അല്ലേ. അപ്പോൾ പ്രസിഡൻ്റാണ് ഈ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് വരുന്നത്. പ്രസിഡൻറ്റിൻ്റെ പാർഡനിങ് പവേഴ്സിനെയും എല്ലാം നമ്മൾ അറിയുന്ന കാര്യമായിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സുപ്രീം കോർട്ട് കനോട്ട് റിവ്യൂ ദ മേഴ്സി പ്ലീ ആഫ്റ്റർ ദ പ്രസിഡൻറ്റ് ഹാസ് ഡിനൈഡ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് കാണുമ്പോൾ ശരിയാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒരു ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രസിഡൻറ്റിനെ ഇങ്ങനൊരു മേഴ്സി പ്ലീ നമുക്ക് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് നണ്ണാണ്. ഓക്കെ, നൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഹിയർ. മൂവിങ് ഓൺ ടു ദി 26th question. Indus X was launched in June 2023 during the state visit of Honorable Prime Minister of India to the US. What potential outcomes could result from the Indus X initiative for both nations എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി ഇന്ത്യ US തമ്മിലുള്ള ഒരു റിലേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇൻഡസ് എക്സ് എന്ന് പറയുന്നത്. അത് ആ പേരിൽ തന്നെ വ്യക്തമാണല്ലേ. അസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ഒരു ബന്ധമാണ്. സോ വാട്ട് കുഡ് പോസിബിളി ബി ദി ഇംപ്ലിക്കേഷൻ? അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ മെഡിക്കൽ റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ ടെക്നോളജീസ് ആയിരിക്കാം. ആക്സിലറേറ്റഡ് പ്രോഗ്രസ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, breakthroughs in renewable energy sources and sustainability, and enhanced collaboration in jet engine, artillery and infantry vehicle production. അപ്പം ഇവിടെ എല്ലാം ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻഡസ് എക്സ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി നേച്ചറിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ, നിങ്ങളുടെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർസിൻ്റെ ഒരു നോളേജിന് അറിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ആൻസറിലേക്ക് എത്താം. അത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് വരുമ്പോൾ ഇത്തരം പേരുകളൊക്കെ കുറച്ച് എന്താ പറയുക, നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ട്രൈ ടു ബി ഫെമിലിയർ വിത്ത് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് സച്ച് ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 27th question. Statement 1 says that it's about the sedition law. Statement 1 says that Article 19 Clause 2 of the Indian Constitution stipulates reasonable limitations that can always be imposed on the right to freedom of speech and expression, to ensure its responsible exercise and to ensure that it is equally available to all citizens. സോ ഇതൊരു റിലേറ്റീവ്ലി വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് 19 Clause 2 ഈ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് comments that do not stir up or attempt to stir up any feelings of hatred, contempt or disaffection still fall under the purview of section 124 of IPC as constituting an offense എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഇത്രയും വലിയൊരു ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ മിസ് ഔട്ടായി പോകാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഡു നോട്ട് സ്റ്റിർ അപ്പ് എന്ന് പറയുന്ന കാര്യം അല്ലേ.
നമ്മൾ ജനറലി വായിച്ചു പോകുമ്പോൾ കമൻസ് ദാറ്റ് സിറപ്പ് ഓർ അറ്റംപ്റ്റ് ടു സ്റ്റിറപ്പ് എന്ന് അങ്ങനെ വായിച്ചു പോകും. പക്ഷേ ഇവിടെ ഡു നോട്ട് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് അത് IPC സെക്ഷൻ 124A അടിയിൽ വരുന്നൊരു കാര്യമല്ല. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് C ആണ്. സോ നമ്മളുടെ ഇത്തരം ലോകൾക്കൊക്കെ ഒരു റീവാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളും പുതിയ നിയമങ്ങളിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉള്ളതെന്നൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ വരുന്നത്. ഭാരതീയ ന്യായ സംഹിത ബില്ലാണ് പറയുന്നത് 2023. അത് റിലേറ്റഡ് ആയിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദ ബിൽ റിക്വയർസ് ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ടു ബിക്കം ആൻ ആക്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്താണ്, അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്താണ്. ഇത്തരം കാര്യങ്ങൾ ഫെമിലിയർ ആയിട്ട് വെക്കാൻ നമ്മൾ നമ്മുടെ ബേസിക് ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നൊരു കാര്യം വരണമെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഒക്കെ ആയിരിക്കണം. ഇതൊരു ബില്ലാണല്ലേ, ഒരു ഓർഡിനറി ബില്ല് പാസ്സാക്കണമെങ്കിൽ അബ്സല്യൂട്ട് മെജോറിറ്റിയുടെ ആവശ്യം വരുന്നില്ല. അവിടെ ഓർഡിനറി അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ടെററിസം ആൻഡ് ടെററിസ്റ്റ് ആക്ട്സ് ഹാവ് ബീൻ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യൻ ലോ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് തെറ്റായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ബട്ട് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മൾക്ക് അത് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയായിട്ടാണ് വരുന്നത്. ദ പ്രൊവിഷൻ ഫോർ ദി ഒഫൻസ് ഓഫ് അഡൾട്ടറി ഹാസ് ബീൻ ഒമിറ്റഡ്. ഇതും ഈ ഒരു ബില്ലുമായിട്ട് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മുമ്പത്തെ സുപ്രീം കോടതി വിധിയെയൊക്കെ ഒരു അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ഈ ബില്ല് റിവാമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. സോ ഇവിടെ ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിക്കുന്നത് 2 എണ്ണമാണ് ശരി വരുന്നത്. ഓൺലി 2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 29th ക്വസ്റ്റ്യൻ. ഓക്കെ, ലംബാനി ആർട്ട് എന്ന് പറയുന്നൊരു ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ആർട്ട് ഫോം പ്രിഡോമിനൻ്റ്ലി പ്രാക്ടീസ്ഡ് ബൈ ദി വിമൻ ഓഫ് ലംബാനി കമ്മ്യൂണിറ്റി ഓഫ് കശ്മീർ എന്ന് പറയുന്നുണ്ട്. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. അത്ര ഒരു ഏത് കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പേര് ഇവിടെ നമുക്ക് വ്യക്തമാണ്, പക്ഷേ അത് ഏത് സ്ഥലത്തുള്ള കമ്മ്യൂണിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇത് കശ്മീർ അല്ല, മറിച്ച് കർണാടകയാണ്. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ലംബാനി ആർട്ട് കമ്പോസസ് ജോമെട്രിക്കൽ പാറ്റേൺസ് സച്ച് ആസ് സ്ക്വയേഴ്സ്, സർക്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് തെറ്റായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്? ഒരു ആർട്ട് ഫോമാണ്, അതൊരു ആർട്ട് ഫോം ആകുമ്പോൾ അതിൽ ഇത്തരം സ്ക്വയേഴ്സും സർക്കിൾസും ട്രയാങ്കിൾസും ഒക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളല്ലേ കൂടുതൽ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മോസ്റ്റ് പ്രോബബ്ലി ശരിയായിരിക്കാനാണ് സാധ്യത. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ എ ഫെൽട്ടിംഗ് ടെക്നിക് ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ വീവിംഗ് പ്രോസസ്സ്. ഇതും ഈ ഒരു ആർട്ട് ഫോമിൻ്റെ കുറച്ചൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആണ്. ഇത് നേരെ തിരിച്ചാണ്, ഇവിടെ നോർമൽ വീവിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ഫെൽട്ടിംഗ് അല്ല. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി എ, ഓൺലി 1. കീ നോക്കിയിട്ട് നമ്മളെ ലംബാണി ആർട്ടിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സും എന്താണ് ഫെൽട്ടിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫെമിലിയർ ആയിട്ട് വെക്കുക. മേ ബി വേറൊരു ചോദ്യത്തിൽ അതൊരു എലിമിനേഷനുള്ള സ്കോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ദ 30th ക്വസ്റ്റ്യൻ. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആയിട്ട് അതുമായിട്ട് റിഗാർഡിംഗ് ആയിട്ടൊരു ചോദ്യമാണിത്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഫോളോയിങ് ദ റെക്കമെൻഡേഷൻ ഓഫ് എസ് ബാലകൃഷ്ണ കമ്മിറ്റി ഡൽഹി വാസ് ഡെസിഗ്നേറ്റഡ് ആസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. ആ ഒരു പേരിലേക്ക് വന്നത് ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡേഷൻ വഴിയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ഫാക്ട് ട്രൂ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. LG of Delhi shall be bound by the decisions of the government of Delhi on services. ഇതും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബാലകൃഷ്ണൻ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബോത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്കെ, സോ ഇവിടെ ആൻസർ ബി ആണ് വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട് ഓഫ്.
അപ്പോൾ ഇത്തരത്തിൽ UPSC ചോദിക്കാറുണ്ട് നമ്മളുടെ വേൾഡ് ബാങ്കുമായിട്ടും അല്ലെങ്കിൽ IMF ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെ കണക്ട് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ടാണല്ലേ. സോ either നിങ്ങൾക്ക് ഭയങ്കര ആ ഒരു വാക്കിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്കാണ്, അപ്പോൾ മേ ബി എൻവയോൺമെൻറ്റിലെ കുറച്ചുകൂടി കാര്യമായിട്ട് നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാമെന്ന് വിചാരിക്കാം. ബാക്കിയൊക്കെ അതിൻ്റെ ഒരു നീഷിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനർജിയിലാണ് കുറച്ചുകൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കൺവെൻഷണൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ്, ഇതൊരു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് വേൾഡ് വൈൽഡ് ലൈഫ്, അഗെയിൻ വൈൽഡ് ലൈഫിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. UNEP എന്ന് പറയുന്നത് അത് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്. സോ ഒരു ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഇതിൽ ചിലപ്പോൾ സാധ്യതകൾ കൂടുതൽ വരുന്നത് ഓപ്ഷൻ എന് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു അസംഷൻ നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് സച്ച് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്റ്റിലേക്കും പോവാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റുകൾ. Both general electoral rolls and separate electoral rolls are prepared by the Election Commission of India under Article 324. So, ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. ആർട്ടിക്കിൾ 324 അടിയിലാണ് ഇലക്ഷൻ കമ്മീഷന് ആ ഒരു പവർ കിട്ടുന്നതെന്നൊക്കെ. ബട്ട് ഇവിടെ സെപ്പറേറ്റ് ഇലക്ടറൽ റോൾസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമല്ല. സെപ്പറേറ്റ് ഇലക്ടറൽ റോൾസ് ബേസ്ഡ് ഓൺ ഇത്തരം എന്താ പറയുക റിലീജിയൻ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ കാര്യങ്ങളുടെ പുറത്തൊരു സെപ്പറേറ്റ് ഇലക്ടറൽ റോൾസ് നമ്മൾ ഉണ്ടാക്കുന്നില്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ഹിയർ. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് false information in the affidavit submitted by a candidate in an election is a legal violation and it is punishable under Representation of the People's Act 1951 എന്ന് പറയുന്നത്. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണല്ലേ. അതായത് ഒരു ഫോൾസ് ഇൻഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ വയലേഷൻ തന്നെയാണ്. അതിനെ ഡീൽ ചെയ്യുന്ന ആക്ട് തന്നെയാണ് RPA Act 1951 എന്ന് പറയുന്നത്. സോ ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 തെറ്റാണ്, 2 ശരിയാണ്, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് B ആണ്, 2 ഓൺലി. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് DPDP അതായത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ഇന്ത്യ വളരെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന വളരെ ന്യൂസ് അറ്റൻഷൻ കിട്ടിയ ഒരു ആക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കുറേ ടേമുകളൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് കീയിലും പ്രൊവൈഡഡ് ആണ്. സോ അത്തരം ടേമുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ നോക്കുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1ലേക്ക് പോവാം. ദ ആക്ട് പെർമിറ്റ്സ് ദി പ്രോസസ്സിംഗ് ഓഫ് പേഴ്സണൽ ഡാറ്റ ഫോർ ലെജിറ്റിമേറ്റ് പർപ്പസ് വിത്തൗട്ട് ദി ഡാറ്റ പ്രിൻസിപ്പിൾസ് കണ്ടന്റ്. അപ്പോൾ ഇവിടെ വിത്തൗട്ട് ദ ഡാറ്റ പ്രിൻസിപ്പിൾ, അപ്പോൾ ഇവിടെ ആദ്യം ആരാണ് ഡാറ്റ പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം നിങ്ങൾ ഫെമിലിയർ ആണെങ്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡാറ്റ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയാണ്, ആരുടെയൊക്കെ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് അവരാണ് ഡാറ്റ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു പേഴ്സണൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ ഈ ഒരു ആക്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അത് ആ ഒരു മിസ്യൂസ് ഒഴിവാക്കാനാണ് ഈ ഒരു ആക്ടിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ will be appointed for 2 years and are eligible for reappointment. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അത് ആ ഒരു കാര്യത്തിനായിട്ട് നമ്മളൊന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. ഈ ഒരു ബോർഡിൽ 2 years ആണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. സോ ദ ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ വിൽ ഹിയർ അപ്പീൽസ് അഗെയിൻസ്റ്റ് ദി DPBI's ജഡ്ജ്മെൻറ്റ്. അതായത് ഈ ഒരു ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റിന് അപ്പീൽ പോകുന്നത് ഈ ഒരു ബോഡിയിലേക്കാണെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഹൗ മെനി ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ വരുന്നത് C ആണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ B ആണ് വരുന്നത്. ഓൺലി 2 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 34th ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ പൊളിറ്റിയിലെ വളരെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ പാർലമെൻറ്റ് ചാപ്റ്ററിൽ നമ്മൾ വളരെ ഫണ്ടമെൻ്റലായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് നോൺ കോൺഫിഡൻസ് മോഷനും മറ്റ് മോഷനുകളും. സോ ഇവിടെ നോൺ കോൺഫിഡൻസ് മോഷൻ്റെ ഒരു പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ദ ലോക്സഭ ഓൺലി എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ റൈറ്റിംഗ് ഓൺലി എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം. ഇറ്റ് നീഡ്സ് to state the reasons for its adoption in Lok Sabha. Okay,
And fourth statement says that it can be moved against an individual minister or a group of ministers or the entire council of ministers എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നോൺ കോൺഫിഡൻസ് മോഷൻ എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് മോഷനുകൾ എന്താണ്, അഡ്ജോൺമെൻറ്റ് മോഷൻ, സെൻഷർ മോഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ദ ലോക്സഭ ഓൺലി എന്ന് പറയുന്നുണ്ട്. യെസ്, നോൺ കോൺഫിഡൻസ് മോഷൻ്റെ ആവശ്യം തന്നെ ഇത്തരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, എക്സിക്യൂട്ടീവിനെയാണ് അത് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലോക്സഭയിലാണ് അത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ബൈ പ്രിൻസിപ്പിൾ ഈ ഒരു സംഭവം ശരിയാണ്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ റൈറ്റിംഗ് ഓൺലി എന്ന് പറയുന്ന കാര്യം ശരിയാണ്. അത് നോൺ കോൺഫിഡൻസ് മോഷൻ്റെ ഒരു മറ്റൊരു പ്രോപ്പർട്ടിയാണ്. തേർഡ് വൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു സ്റ്റേറ്റ് ദ റീസൺസ് ഫോർ ഇറ്റ്സ് അഡോപ്ഷൻ ഇൻ ദി ലോക്സഭ എന്ന് പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ആ സെൻഷ്വർ മോഷനായിട്ടാണ് അല്ലേ. അപ്പോൾ സെൻഷ്വർ മോഷനാണ് റീസൺസ് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു റീസൺസ് ഇല്ല. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ റീസൺസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെതിരെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെതിരെയോ ഇത് കൊണ്ടുവരാമെന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നോൺ കോൺഫിഡൻസ് മോഷൻ എപ്പോഴും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അഗെയിൻസ്റ്റ് ആണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ പാസേജിൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മൊത്തത്തിലാണ് ആ ഒരു സ്ഥാനം ഒഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇവിടെ ആൻസർ ഹൗ മെനി ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഗിവൺ ആർ കറക്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ബി ആണ്, ഓൺലി 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 35th ക്വസ്റ്റ്യൻ. ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് ഡസ് ദി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ഡ്രോ ഇറ്റ് സ്റ്റാറ്റ്യൂട്ടറി പവർ EDക്ക് ഏതൊക്കെ ആക്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ED എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ന്യൂസിൽ പല സ്റ്റേറ്റുകളുമായിട്ട് നമ്മുടെ ഫെഡറൽ ഇഷ്യൂസിനെ ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് ന്യൂസിൽ പറയുന്നൊരു കാര്യമാണ് ED എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആക്ടുകൾ തന്നിട്ടുണ്ട്. ഇവിടെ FEMA ഉണ്ട് അല്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് തന്നിട്ടുണ്ട്. PMLA ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട്. പിന്നെ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ഈ 3 ആക്ടിൽ നിന്നും EDക്ക് അതിൻ്റെ പവേഴ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് D ആണ്, ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരുന്നത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ലോജിക്കലിയും അസ്യൂം ചെയ്യാം അല്ലേ. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് അതും ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്ങും ഇത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് എക്കണോമിക് ഫ്യൂജിറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലേ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എക്കണോമിക് ഒഫൻഡേഴ്സിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 3 ആക്ട് ആർ ലിങ്ക് ടു ഈച്ച് അതർ. അപ്പം അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഫാക്ച്വൽ ഇൻഫർമേഷൻ നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. മൂവിങ് ഓൺ ടു ദ 36th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ ആ ഒരു എറിയയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 75% ഓഫ് ദി എക്സിസ്റ്റിംഗ് മാനുസ്ക്രിപ്റ്റ്സ് ആർ ഇൻ സാൻസ്ക്രിറ്റ്. അങ്ങനെ ഒരു കണക്ക് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും ലോജിക്കലി നമുക്ക് അസ്യൂം ചെയ്യാമല്ലേ, നമ്മുടെ 75% ഇന്ത്യയിലുള്ള മാനുസ്ക്രിപ്റ്റുകൾ സാൻസ്ക്രിറ്റിലായിരിക്കും എന്നുള്ള കാര്യം. സോ ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദ ബക്ഷാലി മാനുസ്ക്രിപ്റ്റ് ഈസ് ആൻ ഏൻഷ്യൻറ്റ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ്. അത് ചിലപ്പോൾ നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, ബട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു വായനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും നമ്മുടെ ഡിജിറ്റ് 0 കുറിച്ചിട്ടുള്ള മെൻഷനിങ് ഒക്കെ ഈ ഒരു മാനുസ്ക്രിപ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇതൊരു മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് തന്നെയാണ്, അതൊരു ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലിത്തോഗ്രാഫ്സ് ആർ ഓൾസോ കൺസിഡർ ആസ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നുണ്ട്. സോ ലിത്തോഗ്രാഫ്സ് അല്ലേ, ലിത്തോഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എർത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണല്ലേ. ലിത്തോസ്ഫിയർ, ലിത്തോഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തോ എർത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി അത് വല്ല വാൾ പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ വല്ല ഗ്രേവിങ്സോ ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കുക. പക്ഷെ അത് നമ്മൾ മാനുസ്ക്രിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 37th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹിസ്റ്ററിയിലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റീനെയാണ് എടുത്തേക്കുന്നത്, റാണി ദുർഗാവതി അല്ലേ. അപ്പോൾ റാണി ദുർഗാവതിനെ പറ്റി 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ബി കെയർഫുൾ, ഇത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഷി വാസ് ബോൺ ഇൻ ദി ചണ്ടേല ഡൈനാസ്റ്റി നോൺ ഫോർ ബിൽഡിംഗ് ദി ഫേമസ് ഖജുറാഹോ ടെമ്പിൾസ് ഇൻ ദി 11th century. ഇത്രയും നമുക്കറിയാം അല്ലേ. ചണ്ടേല ഡൈനാസ്റ്റിയും
ആണ് ഖജുറാഹോ ടെമ്പിൾസ് പണിതെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ റാണി ദുർഗാവതി എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണാലിറ്റി ഇവിടെയാണോ ജനിച്ചതെന്ന് ചിലപ്പോൾ നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ബട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ടു സ്ട്രെങ്തൻ ഹെർ കിങ്ഡം ഷീ മൂവ്ഡ് ഹെർ ക്യാപിറ്റൽ ഫ്രം സിംഗോർഗത്ത് ഫോർട്ട് ടു ചൗരാഗർ ഫോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതും ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി. സോ റാണി ദുർഗാവതിയെ കുറിച്ച് നമ്മൾ ന്യൂസിൽ കുറേ എന്താ പറയുക ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണാലിറ്റി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, കണ്ടംപററീസ് ആരൊക്കെയായിരുന്നു എന്നൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ കീ നോക്കി നിങ്ങൾ വരുത്തി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ UPSC കീ പറഞ്ഞ പോലെ കണ്ടംപററീസിനെ വെച്ച് ചോദിക്കാനും അത്തരം രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രെയിം ചെയ്യാനും വളരെ ഇഷ്ടമാണ്. ഒരു 2-3 years മുന്നേ വരെ അവർ അങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെങ്കോലുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ചെങ്കോലും ആണല്ലോ, ചെങ്കോൽ. അപ്പോൾ നമുക്ക് ആ ഒരു പേര് തന്നെ നമുക്ക് വേർഡ് ഡീകൺസ്ട്രക്ഷൻ വഴി കാര്യം കിട്ടി. ചെങ്കോൽ എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ടു അതോറിറ്റിയാണ്. The late Prime Minister Pandit Jawaharlal Nehru received this ചെങ്കോൽ from Tamil Nadu and he accepted it as a symbol of achieving independence in 1947. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്. ചെങ്കോല് അക്സെപ്റ്റ് ചെയ്തു, അതൊരു സിമ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് പോലെയാണ് കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞത്. ഇതൊരു റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ഡ്യൂറിങ് ദി ചോള പീരീഡ് ചെങ്കോൽ വാസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഡ്യൂറിങ് ദി കൊറോണേഷൻ സെറിമണീസ് of kings and was symbolic of the transfer of power from one ruler to the next. അല്ലേ, സെയിം കാര്യം തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണല്ലേ സെക്കൻഡ് വന്നേക്കുന്നത്. ഒരു അധികാരത്തിൻ്റെ കൈമാറ്റത്തെയാണ് ചെങ്കോല് സ്വീകരിക്കുന്നത് വഴി അവിടെ പ്രതീകവൽക്കരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 വരുന്നത്. ഓപ്ഷൻ ഹിയർ ഈസ് എ ആസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബിഹൻ മേള, എ ഫേമസ് സീഡ് ഫെസ്റ്റിവൽ, ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞേക്കുന്നത് 4 ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. കോൾ, ജറാവ, ഖോന്ദ് ആൻഡ് ബിൽ. വളരെ ഡയറക്റ്റായിട്ട് വളരെ ഫാക്ച്വൽ നേച്ചറായിട്ട് വന്നിരിക്കുന്ന ഒരു ആൻസറാണ്. നമുക്കിവിടെ ഒരുപാടൊന്നും ഒരു എലിമിനേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ അസംഷനുള്ള സ്കോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, ഖോന്താണ്. അപ്പോൾ ഈ ഒരു ബിഹൻ മേളയുമായിട്ടുള്ള സംബന്ധിച്ചുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ കീഴിൽ വായിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കാൻ നോക്കുക. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 40th ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ബാഗ് പ്രിൻ്റ് ആണ്. അപ്പോൾ ബാഗ് പ്രിൻറ്റും ഇതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് റിലേഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 നമുക്ക് നോക്കാം. ദിസ് ഹാൻഡിക്രാഫ്റ്റ് സ്റ്റൈൽ ഈസ് ജോഗ്രഫിക്കലി ടാഗ്ഡ് ആൻഡ് ജോഗ്രഫിക്കൽ ടാഗ് എന്ന് വെച്ചാൽ GI ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് രജിസ്റ്റേർഡ് ആൻഡ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദാർസ് ഐഡൻറ്റിറ്റി. അല്ലേ, ദാർസ് ഐഡൻറ്റിറ്റി ആണോ അല്ലയോ നമുക്ക് ഫെമിലിയർ ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം ഫ്രം ദി വില്ലേജ് ഓഫ് ബാഗ്. ഓക്കെ, ബാഗ് വില്ലേജ് ആയിരിക്കാം. ഓൺ ദി റിവർ ബാങ്ക്സ് ഓഫ് ദി ബാഗ് റിവർ ആൻഡ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് സ്റ്റാർട്ടഡ് അറൌണ്ട് ദി സ്വദേശി മൂവ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും വളരെ ഫാക്ച്വൽ ആണല്ലേ. നമുക്ക് എങ്ങനെയാണിത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊരു സംശയം വന്നേക്കാം. ബട്ട് ബാഗ് പ്രിൻ്റ് എന്ന് പറയുന്നത് വളരെ മുമ്പ് നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളും അല്ല, അത് IVCയുടെ സമയം മുതലൊക്കെ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം. അതുകൊണ്ട് അത്രയും റീസെൻ്റ് അല്ല ബാഗ് പ്രിൻ്റ് എന്നുള്ളൊരു വേഗ ഐഡിയ പോലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റായിട്ട് എടുക്കാം. ഓക്കെ, ആ ഒരു ഐഡിയയിൽ ആ ഒരു ലോജിക്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാക്കി എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് വരികയാണ്. അത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബലം ഡിക്ലറേഷൻ ഓഫൺ സീൻ ഇൻ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഇവിടെ ഏതർ നിങ്ങൾക്ക് ഈ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ബലം ഡിക്ലറേഷൻ ഇതൊരു സ്ഥലത്തിൻ്റെ പേരായിരിക്കും. ആ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ഈ ഒരു 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് ആമസോൺ ഫോറസ്റ്റ് ആണ്. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ വൈൽഡ് ഗെസ്സസ് ഒന്നും എടുക്കാതിരിക്കുക. ഇഫ് യു ആർ ഫെമിലിയർ ഡു അറ്റംപ്റ്റ്, അതർവൈസ് യു ആർ അഡ്വൈസ് ടു സ്കിപ്പ് സച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ,
മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42nd ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. അപ്പോൾ പ്രൊഡക്റ്റിനെയും സ്റ്റേറ്റിനെയും ആണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ബിദ്രി വേസ് കർണാടക, നമുക്ക് അത്രയ്ക്കും ഫെമിലർ ആയിരിക്കണം എന്നില്ല. ജദേരി നമക്കെട്ടി ആൻഡ് നാഗാലാൻഡ്, ഗോന്ദ് പെയിൻറ്റിങ് മധ്യപ്രദേശ്. ഇത് നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ നോളേജ് എന്ന് അറിയുന്നതായിരിക്കും, ഗോന്ദ് പെയിൻറ്റിങ് മധ്യപ്രദേശിലുള്ള കാര്യമാണെന്ന്. തേർഡ് പെയർ ശരിയാണ്. ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വേർഡ് ഡീകൺസ്ട്രക്ഷൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജദേരി നമക്കട്ടി എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ പേരാണല്ലേ നമക്കട്ടി. മോസ്റ്റ് പ്രോബബ്ലി തമിഴ്നാടു, ഒരു തമിഴ് ടച്ചുള്ള ഒരു പേരാണ്, അല്ലെങ്കിൽ തെലുങ്ക് ടച്ചുള്ള ഒരു പേരാണ് അത്. അപ്പോൾ എന്തായാലും നാഗാലാൻഡ് ആയിരിക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഈ ഒരു സെക്കൻഡ് പെയർ നമുക്ക് തെറ്റാണെന്ന് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എടുക്കാം. ബിദ്രി വേസ് കർണാടക ഈസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. അപ്പോൾ അതൊരു ഫാക്ച്വൽ നോളജ് ആണ്. 1 and 3 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഓൺലി 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്താ പറയുക ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഡിപ്ലോമാസിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പലർക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം ന്യൂസുകൾ കാണുമ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ബിദ്രി വേസ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു എന്നൊക്കെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു മാപ്പ് ഇറ്റ് ടു ദ സ്റ്റേറ്റ് ഓഫ് ഒറിജിൻ എന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്തരത്തിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് UPSC ഇൻസ്പയർ ആയിട്ട് വരാറുള്ളത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991. അപ്പോൾ ഈ ഒരു ആക്റ്റൊക്കെ നമ്മൾ ഒരുപാട് അയോധ്യ അങ്ങനത്തെ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സേസ് ദാറ്റ് സെക്ഷൻ എ ഓഫ് ദ ആക്ട് പ്രിവെൻറ്റ്സ് ദി കൺവേർഷൻ ഓഫ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് വെദർ ഇൻ ഫുൾ ഓർ പാർട്ട് ഫ്രം വൺ റിലീജിയസ് ഡിനോമിനേഷൻ ടു അനദർ ഓർ വിത്തിൻ ദ സെയിം ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ പ്രൊവിഷൻ്റെ ഫണ്ടമെൻ്റൽ നീഡാണല്ലേ. ഈ ഒരു സംഭവം പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു ആക്ട് വന്നിരിക്കുന്നത്. സോ ദിസ് ഓപ്ഷൻ വിൽ മോസ്റ്റ് പ്രോബബ്ലി ബി ട്രൂ. ഓപ്ഷൻ ബി പറയുന്നത് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ദാറ്റ് ഫോൾസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഏൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് 1958 ഈ സബ്ജക്ട് ടു ഈ ഒരു ആക്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ അടിയിൽ വീഴുന്ന എല്ലാ സൈറ്റുകളും ഈ ഒരു ആക്ടിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്തിട്ടില്ല. ഈ ആക്ടിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്തേക്കുന്ന മോണുമെൻറ്റ്സിനെ അവർ ആ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. ആ മോണുമെൻറ്റ്സിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ഇവിടെ തെറ്റാണ്. നമുക്ക് ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും വായിച്ചു നോക്കാം. എനി ഡിസ്പ്യൂട്ട് ദാറ്റ് ഹാസ് ബീൻ സെറ്റിൽഡ് ബൈ ദ പാർട്ടീസ് ഓർ കൺവേർഷൻ ഓഫ് എനി പ്ലേസ് ദാറ്റ് ടുക്ക് പ്ലേസ് ബൈ ദി അക്വൻസ് ബിഫോർ ദി ആക്ട് കമൻസ്ഡ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദി ആക്ട്. ഇത് ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് 3 years പണിഷ്മെൻറ്റ് കൊടുക്കുന്നുള്ളതാണ്. അതും ശരിയാണ്. ആക്ച്വലി ഇത് രണ്ടും ഇതിനെക്കുറിച്ചുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ ഹിയർ. 44th ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പുരാന ഖില എന്ന് പറയുന്നത്. അപ്പോൾ പുരാന ഖില എന്ന് വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ എയ്നി അക്ബറി ഓഫ് അബുൽ ഫസൽ മെൻഷൻസ് ദാറ്റ് ഹുമയൂൺ ഹാഡ് ബിൽഡ് ദ ഫോർട്ട് അറ്റ് ദി സൈറ്റ് ഓഫ് ഇന്ദ്രപ്രസ്ഥ ദ ആൻഷ്യൻറ്റ് ക്യാപിറ്റൽ ഓഫ് പാണ്ഡവാസ് എന്ന് പറയുന്നുണ്ട്. സോ ഇത് ഇവിടെ ഈ ഒരു പുരാന കിലാനെ കുറിച്ചിട്ടുള്ളൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എയ്നി അക്ബറിയിൽ അങ്ങനെ ഒരു മെൻഷനിങ് ഉണ്ട്. ദ വാൾസ് ഓഫ് ദി പുരാന കില ആർ മെയ്ഡ് ഓഫ് പ്യുവർ മാർബിൾ ആൻഡ് ഹാവ് എനോമസ് ഓർണമെൻറ്റേഷൻ ആൻഡ് ഡെക്കറേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ നോളജ് ഉപയോഗിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുരാന കില എന്ന് പറയുന്നത് കുറച്ചുകൂടിയും ഏർലിയർ സ്റ്റേജിലാണ് മുഗൾസിൻ്റെ. പക്ഷേ പ്യുവർ മാർബിൾ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻസും കൂടുതൽ ഓർണമെൻറ്റേഷൻസും ആർക്കിയോളജിക്കൽ ആ ഒരു മാഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെ വരുന്നത് കുറച്ചുകൂടി ലേറ്റർ സമയത്തേക്കാണ് അല്ലേ. നമ്മുടെ ജഹാംഗീറിൻ്റെയും ഷാജഹാൻ്റെയും ഒക്കെ സമയത്തേക്കാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രോമിനൻസിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് തെറ്റായിട്ട് എടുക്കാം. പുരാന കില ശരിക്കും പറഞ്ഞാൽ റെഡ് സാൻഡ്സ്റ്റോൺ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 44th ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 1 only. മൂവിങ് ഓൺ ടു ദ 45th ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദി കോർപ്പറേറ്റ് ഡെറ്റ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് തീരെ ഫെമിലിയർ അല്ലായിരിക്കാം, നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കില്ല. Let's look at the statements. This fund is an alternative investment fund
established to address the needs of the corporate debt market in India, and it will be launched as a closed-ended scheme with an initial tenure of 15 years. അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ലോജിക്ക് എടുക്കാൻ പറ്റില്ല, അത് ഫാക്ച്വൽ ആയിട്ടുള്ള നേച്ചറാണ്. ആക്ച്വലി ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സ് ആൻഡ് ഗിൽഡ് ഫണ്ട്സ് ആർ എലിജിബിൾ ടു ഇൻവെസ്റ്റ് ഇൻ, ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. പക്ഷേ ഇതിന് ഒരു എക്സംഷനാണ്. ഇത്തരം ഫണ്ടുകളിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പകരം ഡെറ്റ് ഫണ്ടുകളിലാണ് ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ പോസിബിലിറ്റി ഓഫ് എക്സ്റ്റൻഷൻ ലൈസ് അറ്റ് ദി ഡിസ്ക്രീഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെബി. അപ്പോൾ ഇതൊരു എന്താണ്, കോർപ്പറേറ്റ് ഡെറ്റ് മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഡെറ്റ് മാർക്കറ്റൊക്കെ സെബിയുടെ അണ്ടറിൽ വരും എന്ന് പറയുന്നതിൽ നമുക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ് ഓൾസോ വിത്ത് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 1 and 3 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. സോ ദി ആൻസർ ടു ദ 45th ക്വസ്റ്റ്യൻ ഈസ് ബി, ഓൺലി 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ 46th ക്വസ്റ്റ്യൻ. ഓക്കെ, 46th ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യം തന്നെയാണ്. ഓക്കെ, ഇവിടെ സിമിലർ ഒരു ഫണ്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഒരു ഫണ്ടും ചിലപ്പോൾ എത്ര ഫെമിലിയർ ആയിരിക്കുള്ളൂ എല്ലാവർക്കും. എന്നാലും നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഈ ഒരു ഫണ്ട് വാസ് ക്രിയേറ്റഡ് വിത്ത് ഇനീഷ്യൽ കോർപ്പസ് ഓഫ് 10,000 crore ടു സപ്പോർട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP പ്രൊജക്ട്സ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു ദി പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇറ്റ് വുഡ് ബി നെസസറി ഫോർ ദി സ്പോൺസറിംഗ് അതോറിറ്റി ടു ക്രിയേറ്റ് ആൻഡ് എംപവർ എ PPP സെൽ to undertake PPP project development activities and address the larger policy and regulatory issues. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ജനറൽ നേച്ചറിൽ ഫ്രെയിം ചെയ്തേക്കുന്നതാണ്. ഒരു PPP സെല്ല് വേണം ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യാനായിട്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. ബട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഒരു നമുക്ക് കൗണ്ടറിങ് പോസിബിലിറ്റി ഉള്ളത്? ഇനീഷ്യൽ കോർപ്പസ് ഓഫ് 10,000 crore അല്ലേ. സോ അത്തരം നമ്മളൊരു PPP സാധനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10,000 crore പോലത്തെ ഒരു വലിയ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ചെയ്യാം. മേ ബി ഇതിനേക്കാളും ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക, നമുക്ക് വേണമെങ്കിൽ ഇതിന് ലോജിക്കലി കൗണ്ടർ ചെയ്യാം. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് 100 crores ആണുള്ളത്. സോ 46th സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാകുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ നമ്മൾക്ക് കുറച്ച് ഈസിയർ ആക്കി തരുന്നത്. If you can identify one of the statement is wrong, you directly reach to the answer. Moving on to the 47th question. The term frictionless credit recently seen in the news is related to which of the following? അപ്പോൾ ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമുക്ക് മേ ബി ആ ഒരു വാക്ക് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരിക്കും. ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ് ആണല്ലേ, ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ്. അപ്പോൾ എന്തോ പെട്ടെന്ന് ഒരു ഫ്രിക്ഷനും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റിനെ പോലെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. An investment scheme which provides returns to old investors using capital from new investors. ഓക്കെ, അവിടെ ഒരു ഫ്രിക്ഷൻ്റെ എലമെൻറ്റ് വരുന്നില്ല, ഒരു ഈസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഓപ്ഷൻ ബിയിൽ ബോറോയിങ് അപ്രോച്ച് ദാറ്റ് സീക്സ് ടു സ്ട്രീംലൈൻ ദ ലെൻഡിങ് പ്രോസസ് ഫോർ കൺസ്യൂമേഴ്സ്. ഇവിടെ ഒരു ഈസിൻ്റെ പ്രോസസ്സ് വരുന്നുണ്ട് അല്ലേ, ലെൻഡിങ് പ്രോസസ്സ് ഈസ് ആക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്രിക്ഷൻലെസ്സിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്, ക്രെഡിറ്റിൻ്റെ എലമെൻറ്റും വരുന്നുണ്ട്. Let's keep this option on hold. A credit scheme initiated by the government to motivate stakeholders in environmental sustainability. ഇല്ല, അതൊരു ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലേ. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ബോറോയിങ് സ്കീം വിത്ത് നോ പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റി ഓൺ ലോൺസ് എക്സ്ക്ലൂസീവ്ലി ഫ്രം നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും ഒരു എന്താ പറയുക, നമ്മൾ ഫ്രിക്ഷണൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന കാര്യത്തിന് വരുന്നില്ല. ഈ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അത്ര ക്രെഡിറ്റിൻ്റെ ഒരു ഇതിലേക്ക് നമുക്ക് വെക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ് കുറച്ചുകൂടി മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. 47th ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 48th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 48th ക്വസ്റ്റ്യനിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമാണ് NCAP. അപ്പോൾ ഇവിടെ
ഇതിനെ പറ്റിയിട്ടൊരു 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഭാരത് എൻക്യാപ് ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ ഈസ് അലൈൻ വിത്ത് ഗ്ലോബൽ എൻക്യാപ് ഡെവലപ്ഡ് ബൈ UNDP എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ UNDP എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. ഗ്ലോബൽ എൻക്യാപ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന UNDP അല്ല. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇഫ് യു നോ ദാറ്റ് ഫണ്ടമെൻ്റൽ നോളേജ് അബൌട്ട് ദാറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഈസ് മാൻഡേറ്റഡ് വിത്ത് ടെസ്റ്റിംഗ് ദ വെഹിക്കിൾസ് അണ്ടർ ദ സ്കീം. ഇത് ശരിയായിരിക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതോറിറ്റി ആയിരിക്കാം, അതിൻ്റെ പേര് തന്നെ ഓട്ടോമോട്ടീവ് റിസർച്ച് എന്നൊക്കെ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ശരിയായിരിക്കാൻ സാധ്യത ഉണ്ട്. ഇറ്റ് വിൽ ഓൾസോ ടെസ്റ്റ് ആൻഡ് റേറ്റ് CNG ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ബേസ്ഡ് ഓൺ ദിയർ ക്രാഷ് പെർഫോമൻസ്. അപ്പോൾ ഇതൊരു ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിലെന്തായാലും CNG ഇലക്ട്രിക് വെഹിക്കിൾസും ഉൾപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരിക്കും. അപ്പോൾ 48ന് 2 and 3 വരുമ്പോൾ ഹൗ മെനി ഓഫ് ദി എബോവ് ആർ കറക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ C ആയിരിക്കും ആൻസർ, ഓൺലി 2. മൂവിങ് ഓൺ ടു ദ 49th ക്വസ്റ്റ്യൻ ആണ്. പ്രീപേയ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീപേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമുക്ക് ഇതിൻ്റെ statements നോക്കാം. PPIs are instruments that facilitate the purchase of goods and services, conduct financial services and enable remittance facilities among others against the money stored in them. അപ്പം പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് അതിൽ ഒരു എമൗണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ നടത്തുന്ന സർവീസസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. സോ ഇതൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് PPIs ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക്സ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് അപ്രൂവൽ ഫ്രം ദി RBI. സോ ദിസ് ഈസ് വളരെ ജനറൽ ആയിട്ടൊരു കാര്യമാണല്ലേ. അതായത് ബാങ്കുകൾക്കും നോൺ ബാങ്കുകൾക്കും ഇത് കൊടുക്കാൻ പറ്റുമായിരിക്കും. സോ നമുക്കറിയാം കുറേ നോൺ ബാങ്കുകൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസസിലൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. സോ ഇതും ശരിയായിരിക്കാം. PPIs ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കറൻസീസ് ഇൻ ഇന്ത്യ. സോ അത് നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ചെയ്യാമല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രൊമോട്ട് ചെയ്യുക മോസ്റ്റ് പ്രോബബ്ലി റുപ്പി തന്നെയായിരിക്കും. അതാണ് നമ്മളുടെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കറൻസി അല്ലാതെ മറ്റേത് കറൻസിയിലും PPI ഉപയോഗിക്കാമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. PPIs ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് മൊബൈൽ വാലറ്റ്സ്, ഫിസിക്കൽ സ്മാർട്ട് കാർഡ്സ്, സെക്യൂർ ടോക്കൺസ്, വൗച്ചേഴ്സ് ഓർ എനി അതർ മെത്തേഡ് ദാറ്റ് അലൗസ് ആക്സസ് ടു പ്രീപെയ്ഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതൊരു പുതിയൊരു കാര്യമാണ് അല്ലേ. പുതിയൊരു കാര്യത്തിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അത് ഇത്തരം പല ടെക്നോളജികളിലും അത് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ മോസ്റ്റ് പ്രോബബ്ലി ബി ട്രൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഹൗ മെനി ഓഫ് ദി അബോവ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഒരെണ്ണമാണ് ഇവിടെ തെറ്റായിട്ട് വന്നത്. സോ ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്, ഓൺലി 3. മൂവിങ് ഓൺ ടു ദ 50th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് കോമ്പണൻസ് റിലേറ്റഡ് ടു G7 സമ്മിറ്റ് ആണ്. ഇപ്പോൾ G7 സമ്മിറ്റിൻ്റെ ആ ഒരു G7 ക്ലൈമറ്റ് വിഷ് ലിസ്റ്റിൽ കീ ആസ്പെക്റ്റ് ആയിട്ട് ഇവൽ ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഗ്ലോബൽ പീക്ക് ഇൻ എമിഷൻസ് ബൈ 2025 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എൻഡിങ് ഫോസിൽ ഫ്യൂവൽ യൂസ്, നെറ്റ് സീറോ ടാർഗറ്റ്സ് ബൈ 2070. ഒറ്റ കാഴ്ചയിൽ നമുക്കറിയാം ഭയങ്കര ഫാക്ച്വലാണ്, നമുക്ക് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് ഇവിടെ നമ്മുടെ ശ്രദ്ധ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാമെന്ന് വിചാരിക്കാം. എൻഡിങ് ഫോസിൽ ഫ്യൂവൽ യൂസ്, ഒരു ക്ലൈമറ്റ് വിഷ് ലിസ്റ്റിൽ ഫോസിൽ ഫ്യൂവൽ യൂസ് കുറയ്ക്കുക എന്ന് പറയുന്നത് അവരുടെ എന്തായാലും ഒരു അജണ്ട ആയിരിക്കും. സോ സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്കിവിടെ ഓപ്ഷൻ D എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, നണ്ണ്. അപ്പോൾ നമ്മൾ 3 ഓപ്ഷനിലേക്ക് വന്നു. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. നെറ്റ് സീറോ ടാർഗറ്റ്സ് ബൈ 2070. ഈ നെറ്റ് സീറോ ടാർഗറ്റ്സ് ബൈ 2070 എന്ന് പറയുന്നത് 2070 നമ്മുടെ ഇന്ത്യയുടെ ടാർഗറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഇന്ത്യയുടെ ടാർഗറ്റിൽ നമുക്ക് 2070 എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്തരം യൂറോപ്യൻ ആയിട്ടുള്ള ആളുകൾ, വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, നമ്മൾ അത്രയും ഡിലേ ആക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അതിന് മുന്നേ ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ G7 ഒരു ക്ലൈമറ്റ് വിഷ് ലിസ്റ്റിൽ 2070 എന്ന് വയ്ക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല. സോ ഇത് 2070 അല്ല, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 3 നമ്മൾ എലിമിനേറ്റ് ചെയ്തപ്പോൾ ഓൾ 3 എന്ന് പറയുന്ന ഓപ്ഷൻ സിയും പോയി. ഇനി ഓപ്ഷൻ A അല്ലെങ്കിൽ ഓപ്ഷൻ B ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഗ്ലോബൽ പീക്ക് ഇൻ എമിഷൻസ് ബൈ 2025. അപ്പം ഏറ്റവും നേരത്തെ പീക്ക് ചെയ്ത് അത് നെറ്റ് സീറോയിലേക്ക് എത്തുക എന്നായിരിക്കും അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, ഓൺലി 2 ഈസ് ദ റൈറ്റ് ആൻസർ. Hello all.
So let's continue from question number 51. So moving on to the question number 51. With reference to floating rate loans, which of the following statements is not correct? So question ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസ് ആർ ബെനിഫിഷ്യൽ ടു ബോറോവേഴ്സ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഡ്രോപ്പ് ഇൻ ദ ഫ്യൂച്ചർ. സോ നമുക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് അറിയാമെങ്കിൽ ചെയ്യാവുന്നതാണ്. ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. The change in interest rate with a floating rate loan is typically based on a reference or benchmark rate that is outside of the control of parties involved in the contract. അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് റേറ്റുമായിട്ട് ടാഗ്ഡ് ആയിരിക്കും എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടിപ്പിക്കലി intending borrowers pick a loan with floating rate when they expect a reduction in the interest rate or a dynamic rate through their loan tenure. അതായത് when the borrowers are expecting a future reduction in the interest rate, they tend to opt for the ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അത് നമ്മൾ കൺസെപ്ച്വലി ആലോചിക്കുകയാണെങ്കിൽ ശരിയാണ്. ലൈക്ക് ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയുവാണെങ്കിൽ ഒബ്വിയസ്ലി ബോറോവേഴ്സ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ് ചൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തു. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹയർ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്ലോട്ടിംഗ് റേറ്റ്സ് ഡ്യൂറിംഗ് പീരീഡ്സ് ഓഫ് എക്കണോമിക് വോളറ്റിലിറ്റി. എ ഹയർ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഒബ്വിയസ്ലി മാർക്കറ്റ് ഡിസ്ട്രപ്റ്റഡ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസിൻ്റെ റേറ്റ്സും അതിനനുസരിച്ച് വോളറ്റൈൽ ആവാനുള്ള ചാൻസസ് കൂടുതലാവാനാണ് സാധ്യത. സോ ബട്ട് ഈ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എ ഹയർ സെൻസ് ഓഫ് സെക്യൂരിറ്റി സ്റ്റെബിലിറ്റിയും ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്. സോ ഒബ്വിയസ്ലി അതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസ് ഏതാണെന്നാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements regarding duty-free, quota-free scheme of the WTO. So WTO-ന്റെ ഒരു സ്കീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ 2 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ സ്കീം എൻഷുവേഴ്സ് ദാറ്റ് പ്രോഡക്ട്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആർ പ്രൊവൈഡഡ് പ്രിഫറൻഷ്യൽ മാർക്കറ്റ് ആക്സസ്. സോ ഒബ്വിയസ്ലി ഡ്യൂട്ടി ഫ്രീ ക്വാട്ട ഫ്രീ സ്കീമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബിക്കെയിം ദ ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ടു റിസീവ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് സ്കീം. സോ ഇന്ത്യ ബിക്കെയിം ദ ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ബേസിക്കലി ഈ ഡ്യൂട്ടി ഫ്രീ ക്വാട്ട ഫ്രീ സ്കീം എന്ന് പറയുന്നത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. WTOയുടെ ഫ്രെയിംവർക്കിന് കീഴിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഡ്യൂട്ടി ഫ്രീ ക്വാട്ട ഫ്രീ സിസ്റ്റം. സോ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇന്ത്യ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബെനിഫിറ്റ് ഇന്ത്യ റിസീവ് ചെയ്യുകയല്ല. ഇന്ത്യ വൺ അമംഗ് ദ കൺട്രീസ്. ഇന്ത്യ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് ഇന്ത്യയാണ് ഒരു ഫോർ ഫ്രണ്ട് റണ്ണറാണ്. ലൈക്ക് അവർക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ സ്കീം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഡെവലപ്പിംഗ് നേഷൻസിലെ ഒരു ഫ്രണ്ട് റണ്ണറാണ് ഇന്ത്യ. ഇന്ത്യ ഈ പറയുന്ന സ്കീം റിസീവ് ചെയ്യുകയല്ല ചെയ്തത്. സോ ഒബ്വിയസ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. സോ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Consider the following statements regarding Aadhaar-enabled payment system. AEPS ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് ക്യാഷ് വിത്ഡ്രോവൽ സർവീസസ് ആർ പ്രൊവൈഡ് അണ്ടർ AEPS. സോ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഒബ്വിയസ്ലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ തന്നെയാണ് ചാൻസസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് RBI ഹാസ് സെറ്റ് എ ലിമിറ്റ് ഓൺ ട്രാൻസാക്ഷൻ വർത്ത് ₹1 lakh per day in AEPS. സോ അറിയില്ല അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് RBI കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റിമൂവ്സ് ദ നീഡ് ഫോർ OTPs ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോർ ട്രാൻസാക്ഷൻ. ഒബ്വിയസ്ലി നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ലൈക്ക്
മിഡിൽ ഇൻ്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കി ഡയറക്റ്റ് അക്കൗണ്ടുമായിട്ട് ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് പറയപ്പെടുന്നു. ഇവിടെ ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ യൂസ് എന്ന് വൺ ഓഫ് ദ യൂസ് ആണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് റിമൂവ്സ് ദ നീഡ് ഫോർ OTPs ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോർ ദ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ ഒബിയസ്ലി തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ്സ് ക്യാപ്ചർ ഡ്യൂറിംഗ് ആധാർ എൻറോൾമെന്റ് ആർ എ റിക്വയർമെന്റ് ഫോർ ഫണ്ട് ട്രാൻസ്ഫർ. സോ ഒബിയസ്ലി ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഇത് ഒരു കമ്പോണന്റ് ആവാനാണ് ചാൻസസ് കൂടുതൽ. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. സോ അതൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. RBI അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. സോ ഇവിടെ only 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. So moving on to the 54th question. Consider the following statement regarding collateralized borrowing and lending obligations, CBLO. So first statement എന്ന് പറയുന്നത് they are short term loans. Second statement, treasury bills are not considered an eligible security in the CBLO market mechanism. Third statement എന്ന് പറയുന്നത് it is an interbanking instrument solely operated by Reserve Bank of India. മേളിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് CBLO എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതൊരു ഷോർട്ട് ടേം ലോൺ ആണ്. അതൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് തന്നെ ലെസ് ദാൻ 1 year 10 year ഉള്ളവയാണ്. സോ ഒബ്വിയസ്ലി അതൊരു ഷോർട്ട് ടേം ലോൺ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് if it's a money market instrument, obviously treasury bill എന്ന് പറയുന്നത് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ ദേ ആർ നോട്ട് കൺസിഡേർഡ് എന്ന് പറയുന്നത് ഹൈലി അൺലൈക്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇന്റർബാങ്കിങ് ഇൻസ്ട്രുമെന്റ് സോൾലി ഓപ്പറേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ സോൾലി ഓപ്പറേറ്റഡ് എന്നൊക്കെയുള്ള കീ വേർഡിങ്സ് ശ്രദ്ധിക്കുക. ആക്ച്വലി ഇത് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും കൂടെ ചേർന്നും RBIയും ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് നടത്തുന്ന ഒരു പെർട്ടിക്കുലർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊളാറ്ററലൈസ്ഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് കീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കുക. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും അപ്പോൾ റോങ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? only first statement is correct. So we will end up with answer option A, only 1. So moving on to the next question. 55th question നോക്കുവാണെങ്കിൽ consider the following statements regarding Indian Post Payment Bank. ഇതൊരു assertion reason type question ആണ്. ഇതൊരു assertion reason type question ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് India Post Payment Bank offers banking services through both current and saving accounts and it is governed by the RBI. Obviously പേയ്മെന്റ്സ് ബാങ്കിനെ കുറിച്ച് കൂടുതൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയുള്ള. സോ ഒബ്വിയസ്ലി അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 100% ഓഫ് ദ ഇക്വിറ്റി ഇൻ IPPB ഈസ് ഓൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ബട്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും സ്റ്റാൻഡ് അലോൺ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സാക്ട് എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല. സോ ഒബ്വിയസ്ലി അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 2. സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു എൻവയോൺമെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 56th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്പീഷീസ്. 3 സ്പീഷീസ് ആണ് തന്നിരിക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺ റൈനോ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. വിച്ച് ഓഫ് ദ സ്പീഷീസ് ആർ ഫൗണ്ട് ഒൺലി ഇൻ ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഒൺലി ഇൻ ഇന്ത്യ നമുക്കറിയാം. ഈ തന്നിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺ റൈനോയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മാനസ് നാഷണൽ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഒബ്വിയസ്ലി മാനസ് നാഷണൽ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കുറച്ച് പാർട്ട് എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നത് ഭൂട്ടാനിലാണ്. സോ ഒബ്വിയസ്ലി മാനസ് നാഷണൽ പാർക്കിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺ റൈനോയാണ്. സോ ഒബ്വിയസ്ലി അതിൻ്റെ റേഞ്ച് ഇന്ത്യയിൽ റെസ്ട്രിക്റ്റഡ് ആവാൻ ചാൻസസ് വളരെ കുറവാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഈ ഒരു ബേസിസിൽ ഫ്രെയിം ചെയ്തിരുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും കാണുന്നത് രാജസ്ഥാനിലെ താർ ഡെസേർട്ട് പോലുള്ള പാർച്ച്ഡ് ഏരിയാസിലാണ്. അവിടെയും ഈ പറയുന്ന താർ ഡെസേർട്ട് എക്സ്റ്റെൻസ് ടു പാകിസ്ഥാൻ. സോ ഒബ്വിയസ്ലി അതിൻ്റെ റേഞ്ചും ഇന്ത്യയിൽ റെസ്ട്രിക്റ്റഡ്. ഒരു ഫ്ലൈയിങ് ബേർഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എന്ന് പറയാൻ ഒബ്വിയസ്ലി ഫാക്ച്വലി റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ് ഒക്കെ ആയിട്ട് ബേസ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ഫെസ്റ്റിവൽ
നമ്മൾ നാഗാലാൻഡുമായിട്ട് കേട്ടിട്ടുള്ളത് തന്നെ ഒരു നോർത്ത് ഈസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റിലെ റെയിൻ ഫോറസ്റ്റിൽ കൂടുതലായിട്ട് കണ്ടുപെടുന്ന ഒരു സ്പീഷീസ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയുന്നത്. സോ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ നെയ്ബറിങ് കൺട്രീസായ തായ്ലൻഡ്, മ്യാൻമറുമായിട്ട് ഈ പറയുന്ന പെർട്ടിക്കുലർ സ്പീഷീസിന് ഒരു ഓവർലാപ്പ് ഉണ്ടാവാം. സോ ഇത് ഈ പറയുന്ന തേർഡ് സ്പീഷീസും ഇന്ത്യയിൽ മാത്രമാണ് കാണപ്പെടുന്നതെന്ന് പറയാൻ ചാൻസസ് വെരി ലെസ് ആണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. സോ അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നൺ, ദാറ്റ്സ് ഓപ്ഷൻ ഡി ആണ്. സോ അങ്ങനെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 56. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 57. ഇതൊരു ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് തന്നിരിക്കുന്ന ഈ 5 ക്രൈറ്റീരിയകളിൽ ഹൗ മെനി ഓഫ് ദ എബവ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. സോ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പീറ്റഡ്ലി ഇൻ ന്യൂസ് ആണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന 5-ൽ, അതായത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, വുമൻ പാർട്ടിസിപ്പേഷൻ റേറ്റ്, ചൈൽഡ് ലേബർ റേറ്റ്, ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊരു ഫാക്ച്വൽ ചോദ്യമാണ്. ഇതിൽ 4ഉം 5ഉം വരില്ല. ഈവൻ ദിസ് ഇയർ മെയിൻസിനും ഇന്ത്യ എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് 4 and 5 ഒഴിവാക്കി കഴിഞ്ഞാൽ വി വിൽ ബി എൻഡിങ് അപ്പ് വിത്ത് ഫസ്റ്റ് 3 ഓപ്ഷൻസ്, അതായത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, only 3. സോ 58th ക്വസ്റ്റ്യൻ. റീസെൻ്റ്ലി നമ്മൾ UN ഹൈ സീസ് ട്രീറ്റി ഫ്രെയിം ചെയ്യുകയുണ്ടായി. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആണ്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഹൈ സീസ് ട്രീറ്റി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എഗ്രിമെൻറ്റ് അണ്ടർ ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1994. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ട്രീറ്റി എസ്റ്റാബ്ലിഷസ് ദ ഫസ്റ്റ് എവർ ഫ്രെയിംവർക്ക് ഫോർ ഗവേണിംഗ് പ്രാക്ടീസസ് ലൈക്ക് ഫിഷിംഗ്, മൈനിങ്, ഓയിൽ എക്സ്ട്രാക്ഷൻ ഇൻ ഇന്റർനാഷണൽ waters. Third statement എന്ന് പറയുന്നത് the treaty establishes a framework for marine protected areas. It creates a mechanism for transferring marine technology to developing countries. So യുണൈറ്റഡ് നേഷൻസ് ഹൈ സീസ് ട്രീറ്റി ന്യൂസിൽ കണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൽ തന്നിരിക്കുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈസിലി ഡൂവബിൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1994 എഗ്രിമെൻ്റ് ആയ ഈ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസിലെ ഫസ്റ്റ് എഗ്രിമെൻ്റ് ആണ് UN ഹൈ സീസ് ട്രീറ്റി എന്നുള്ളത്. ഹൈലി അൺലൈക്ലി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാര്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ കേട്ടിട്ടുള്ളൊരു വേർഡായിരിക്കും ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി. സോ അതേപോലെ തന്നെ മറ്റൊരു എഗ്രിമെൻ്റ് ആണ് ഫിസ്റ്റോക്ക് എഗ്രിമെൻറ്റ്. ഈ 2 എഗ്രിമെൻറ്റും ഓൾറെഡി UN അൺക്ലോസിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് UN ഹൈ സീസ് ട്രീറ്റി എന്നുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ബാക്കി 3 കാര്യങ്ങളും ഒബ്വിയസ്ലി ഹൈ സീസ് ട്രീറ്റി ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലെ ഈ പറയുന്ന ഫിഷിംഗ്, മൈനിങ്, ഓയിൽ എക്സ്ട്രാക്ഷൻ പ്രാക്ടീസസിന് വേണ്ടി ഒരു ഫ്രെയിംവർക്ക് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന ഹൈ സീസിൽ ഒരു മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് എ മെക്കാനിസം ഒബ്വിയസ്ലി ഡെവലപ്പിംഗ് കൺട്രീസിലോട്ട്. ഇപ്പോൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്ലൈമറ്റ് ചേഞ്ച് ഇനിഷ്യേറ്റീവ്സ് ആണെങ്കിലും അവിടെ ഡെവലപ്പിംഗ് കൺട്രീസിലോട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള ടെക് ട്രാൻസ്ഫർ എന്നുള്ള കമ്പോണൻറ്റ്, ടെക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള കമ്പോണൻസ് ഒരു പാർട്ട് ആവാറുണ്ട്. സോ ഒബ്വിയസ്ലി 4 സ്റ്റേറ്റ്മെൻറ്റും പ്രോബബ്ലി ശരിയാണ്. സോ ഈ 4th, 3rd, 2nd statements are correct. First statement is wrong. So 3 statements are correct. That is option C is the right answer. So moving on to the next question, question number 59. Consider the following statements regarding Financial Stability Board. So it was established in 2009 after the OECD summit in London as the successor to Financial Stability Forum. First statement adana. Second statement, India is an active member of the Financial Stability Board. Which of the statements given above is or are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഇന്ത്യ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ആഫ്റ്റർ ദ OECD സമ്മിറ്റ് ഇൻ ലണ്ടൻ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം ഇന്ത്യ OECD കൺട്രീസിൽ പെടുന്ന ഒരു കൺട്രി അല്ല നമുക്കറിയാം. സോ ബട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് റീസെൻ്റ്ലി ഇപ്പോൾ G20 ഒക്കെ നടന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് G20യുടെ കീഴിലാണ് എസ്റ്റാബ്ലിഷ് ആകപ്പെട്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇന്ത്യയാണ്
ചെയർ ആയത് G20 സബ്മിറ്റിൻ്റെ. സോ ഒബ്വിയസ്ലി ഈ ഒരു വേർഡ് ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് എന്നുള്ള ആ ഒരു വേർഡിങ് നിങ്ങൾ റിപ്പീറ്റഡ്ലി ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യ ഒരു ആക്റ്റീവ് മെമ്പർ തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 only. So moving on to the next question, 60th question. Recently, Government of India appointed a committee to restructure Indian Council of Agriculture Research. Consider the following. സോ അതായത് എക്സ്റ്റൻഷൻ സർവീസസ് ലൈക്ക് അതിലെ റിസർച്ച് നടത്തുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്നത്. സോ റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അത് ബേസ് ചെയ്ത് ICAR കുറിച്ചാണ് ഈ ചോദ്യം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ICAR ഈസ് ആൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. സോ ICAR ഫുൾ ഫോം തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ്. സോ രണ്ടും ഓൾമോസ്റ്റ് കണക്റ്റിംഗ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഫാക്ച്വലാണ്. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 16 July 1929 in pursuance of the report of the Royal Commission on Agriculture. So obviously ഇതൊരു പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിൽ ഫോം ചെയ്തൊരു ബോഡിയാണ്. സോ ഹിസ്റ്ററി ലൈക്ക് മോഡേൺ ഇന്ത്യ വായിച്ചിട്ടുള്ളപ്പോൾ ഈ റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ആരാണത് ചെയർ ചെയ്തത് മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിന് കീഴിൽ തന്നെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് ഈസ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി അണ്ടർ ICAR. സോ ഈ സ്റ്റേറ്റ്മെന്റ് അറിയാൻ ലൈക്ക് അതും ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ബട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്, അതായത് മാനേജ് എന്നറിയപ്പെടുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സെപ്പറേറ്റ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. അത് ICAR കീഴിലുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ല. സോ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ഹിയർ ദ ആൻസർ ഈസ് only 2, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഇനി അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 61. കറണ്ട് അഫെയർ ബേസ് ചെയ്ത് റീസെൻ്റ്ലി ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ സൈൻ ദ അറ്റ്ലാന്റിക് ഡിക്ലറേഷൻ. സോ ന്യൂസിൽ അറ്റ്ലാന്റിക് ഡിക്ലറേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഡൂവബിൾ ആണ്. ബിക്കോസ് യൂറോപ്യൻ യൂണിയൻ അല്ല, UK-യും USA-യുമാണ് ഈ പെർട്ടിക്കുലർ അറ്റ്ലാന്റിക് ഡിക്ലറേഷൻ സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ന്യൂ ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് പാർട്ണർഷിപ്പ് അക്രോസ് ദ ഫുൾ സ്പെക്ട്രം ഓഫ് കൺട്രീസ് എക്കണോമിക്, ടെക്നോളജിക്കൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ട്രേഡ് റിലേഷൻസ്. നോർമലി ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ബൈലാറ്ററൽ ഡിക്ലറേഷൻസിൽ കവർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പെർട്ടിക്കുലർ ഏരിയാസ് ഒക്കെയാണ് എക്കണോമിക്, ട്രേഡ്, ടെക്നോളജിക്കൽ, കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ. സോ പ്രോബബിലിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ശരിയായിരിക്കാം. ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് കറണ്ട് അഫെയർ വെച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസിലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. സോ ഈസിലി ചെയ്യാൻ പറ്റുന്ന, കറണ്ട് അഫെയർ നോളജ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 61st ക്വസ്റ്റ്യൻ. ഇനി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാട്ടകൈക്ക ക്രേറ്റർ ഈസ് ലോക്കലി നോൺ ആസ് ദ ഗേറ്റ് വേ ടു ദ അണ്ടർ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പെർമാഫ്രോസ്റ്റ് ക്രേറ്റർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന 4 കൺട്രീസിലും പെർമാഫ്രോസ്റ്റ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ ഒരു ലൈക്ക് നമ്മുടെ ലാറ്ററൽ തിങ്കിങ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ബട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ പെർമാഫ്രോസ്റ്റുമായിട്ട് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് റഷ്യ ആയിരിക്കും. സോ റഷ്യയാണ് ഈ പറയുന്ന ആർട്ടിക് പോളുമായിട്ട് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രി ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ. ബട്ട് ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. കീയിൽ ഈ പർട്ടിക്കുലർ സൈറ്റിൻ്റെ മാപ്പും മറ്റ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. സോ ബാട്ടകൈക്ക ക്രേറ്റർ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ക്രേറ്റർ അവിടുത്തെ പെർമാഫ്രോസ്റ്റ് തോ ചെയ്യുന്നത് കൊണ്ട്, പെർമാഫ്രോസ്റ്റ് തോയും കൊണ്ട് ന്യൂസിലുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റഷ്യയാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റഷ്യയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 63. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് യൂക്ലിഡ് സ്പേസ് ടെലസ്കോപ്പ് ലോഞ്ച്ഡ് ബൈ യൂറോപ്യൻ സ്പേസ് ഏജൻസി. സോ യൂക്ലിഡ് സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ചുള്ള ബേസിക് കുറച്ച് ഫാക്ട്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂക്ലിഡ് ഈസ് എ കോസ്മോളജി സർവേ മിഷൻ ടു ഡിറ്റർമൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്റർ. യൂക്ലിഡിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് ശരിയാണ്, ബട്ട് ഹൈലി ഫാക്ച്വൽ ഇൻ നേച്ചർ. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ യൂക്ലിഡ്സ് ഇമേജ് ക്വാളിറ്റി വിൽ ബി അറ്റ്
at least 8 times sharper than that achieved by ground-based sky surveys. Again, at least 8 times sharper. ആ നോളജ് പർട്ടിക്കുലർ നോളജ് ഉണ്ടെങ്കിൽ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ആക്ച്വലി ഇത് 4 ടൈംസ് ആണ്. സോ ഈ തന്നിരിക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ യൂക്ലിഡ് വിൽ ടേക്ക് ഇമേജസ് ഇൻ ഒപ്റ്റിക്കൽ ആൻഡ് അൾട്രാ വയലറ്റ് ലൈറ്റ് ഫ്രം ഓപ്പറേഷണൽ ഓർബിറ്റ് L2. സോ ഇവിടെയും ഫാക്ച്വൽ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അൾട്രാ വയലറ്റ് അല്ല, നിയർ ഇൻഫ്രാറെഡ് ആണ്. സോ ഈ പെർട്ടിക്കുലർ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, only one. ഓക്കെ, ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് വിത്ത് റെഫറൻസ് ടു സുലിന ചാനൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഈസ് ദ only navigable channel connecting the Danube River to the Black Sea. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ റൊമാനിയ. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഷിപ്പിംഗ് റൂട്ട് ഫോർ ഗ്രെയിൻ എക്സ്പോർട്സ് ഫ്രം ഉക്രൈൻ. സോ റീസെൻ്റ്ലി ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ ലൈക്ക് ഉക്രൈനിൽ നിന്ന് ഗ്രെയിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന സുലിന ചാനലും ഡാന്യൂബ് റിവറിലെ ഈ സുലിന ചാനൽ യൂസ് ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ടാണ് ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. സുലിന ചാനലിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അതായത് ഇറ്റ് ഈസ് ദ only navigable channel. ലൈക്ക് അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ വിഡ്ത്തും ഡെപ്തും അതിനെ only navigable channel ഓഫ് ഡാന്യൂബ് ആക്കി മാറ്റുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ റൊമാനിയ. ഇതിൻ്റെ മാപ്പ് നിങ്ങളുടെ കീ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഷിപ്പിംഗ് റൂട്ട് ഫോർ ഗ്രെയിൻ എക്സ്പോർട്സ് ഫ്രം ഉക്രൈൻ. അത് ന്യൂസിൽ വരാനുള്ള റെലവൻസ് പറഞ്ഞു. സോ അത് തന്നെ ഉക്രൈനിൽ നിന്നുള്ള ലൈക്ക് റഷ്യ ഈ പറയുന്ന വാറായിട്ട് ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഷിപ്മെന്റ്സ് പോകുന്ന റൂട്ട് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഉക്രൈൻ ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടായിട്ട് യൂസ് ചെയ്തതാണ് ഈ സുലിന ചാനൽ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റും ബൈ ദാറ്റ് വേ ഈസ് കറക്റ്റ്. സോ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നൺ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ഇഷ്യൂ വിത്ത് ദ അറഷ് ദൊറ ഗ്യാസ് ഫീൽഡ്? എഗെയിൻ ഒരു പ്ലേസസ് ഇൻ ന്യൂസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. സംടൈംസ് മെൻഷൻ ഇൻ ന്യൂസ്. ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറാൻ ആൻഡ് കുവൈറ്റ് എൻഗേജ് ഇൻ ഡിസ്പ്യൂട്ട്സ് ഓവർ ദീസ് ഗ്യാസ് ഫീൽഡ്സ് ഇൻ ദ പേർഷ്യൻ ഗൾഫ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ ന്യൂ ഗ്യാസ് ഫീൽഡ് ദാറ്റ് ഹാസ് ബീൻ അൺകവേർഡ് ഇൻ ദ മുംബൈ ബേസിൻ ഓഫ് ദ വെസ്റ്റ് കോസ്റ്റ് ബൈ ONGC വിച്ച് കം അണ്ടർ ESZ, അതായത് എക്കണോമിക് സോൺ ഓഫ് ഇന്ത്യ. China and Brunei engage in disputes over these gas fields in the South China Sea. Okay, it is an offshore natural gas field shut down by Israel due to heavy rocket fire from the Gaza Strip. So options നോക്കുവാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് എന്ന് പറയുന്നത് അറഷ് ഡൊറ. സോ പ്രോബബ്ലി അതൊരു മിഡിൽ ഈസ്റ്റേൺ നെയിമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ കാണും. അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട 2 ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓപ്ഷൻസിലുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഹൈലി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇറാൻ ആൻഡ് കുവൈറ്റ് എൻഗേജ് ഇൻ ഡിസ്പ്യൂട്ട്സ് ഓവർ ദീസ് ഗ്യാസ് ഫീൽഡ്സ് ഇൻ ദ പേർഷ്യൻ ഗൾഫ് ആണ് ഇതിൻ്റെ ആൻസർ. സോ ഇതിൻ്റെ മാപ്പും മറ്റ് ലൈക്ക് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും ഒക്കെ കീ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. സോ അറഷ് ദൊറ ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്നതും പ്ലേസസ് മെൻഷൻഡ് ഇൻ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 66. അഗെയിൻ പ്ലേസസ് മെൻഷൻഡ് ഇൻ ന്യൂസ്. സോ ഇവിടെ ഐലൻഡും ആ പർട്ടിക്കുലർ ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സിയോ ഓഷ്യനോ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ പെയർ ചെയ്യേണ്ടത്. പെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കറക്റ്റ്ലി മാച്ച്ഡ്, ഏതൊക്കെ പെയർസാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് റോഡ് ഐലൻഡ് ഏഗൻ സീലാണോ, സെക്കൻഡ് കോഫു ഐലൻഡ് ഏണിയൻ സീലാണോ, ആൻഡ് തേർഡ് കോക്കോസ് ഐലൻഡ്സ് ഇന്ത്യൻ ഓഷ്യനിലാണോ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഫാക്ച്വൽ ആണ്, 3ഉം ശരിയാണ്. 3ഉം കറക്റ്റ്ലി പെയർഡ് ആണ്. അതായത് റോഡ്സ് ഐലൻഡ് ഏഗൻ സീലാണ്, കോഫു ഐലൻഡ് അയണിയൻ സീലാണ്, കോക്കോസ് ഐലൻഡ് ഇന്ത്യൻ ഓഷ്യനിലാണ്. സോ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ 3 ആർ കറക്റ്റ്ലി മാച്ച്ഡ്. സോ ദ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 66 ക്വസ്റ്റ്യൻ. സോ മൂവിങ് ഓൺ ടു 67 ക്വസ്റ്റ്യൻ. എഗെയിൻ പ്ലേസസ് ഇൻ ന്യൂസ് ക്വസ്റ്റ്യൻ ആണ്.
ബട്ട് ഇവിടെ നമുക്ക് പെയർ ചെയ്യേണ്ടത് റിവറും ആ പെർട്ടിക്കുലർ റിവർ ഫ്ലോ ചെയ്യുന്ന മേജർ കൺട്രിയുമാണ്. സോ ഇവിടുത്തെ ഫസ്റ്റ് റിവർ എന്ന് പറയുന്നത് ഷെബൽ, അത് പെയർ ചെയ്തിരിക്കുന്നത് സൊമാലിയ ആയിട്ടാണ്. സെബയ അത് റുവാണ്ട ആയിട്ടാണ്. നെയ്പർ ദാറ്റ് ഈസ് പെയർഡ് വിത്ത് ഉക്രൈൻ. സോ അഗെയിൻ ഈ 3 ഓപ്ഷൻസും ശരിയാണ്. ഇത് ഹൈലി ഫാക്ച്വലാണ്. ന്യൂസിലുണ്ടായിരുന്ന റിവേഴ്സും കൺട്രീസും ആണ്. സോ ഇതിൻ്റെ ഈ പർട്ടിക്കുലർ റിവേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് കീ കൊടുത്തിട്ടുണ്ട്. സോ അത് വായിക്കുക. First statement is correct, second statement is correctly matched, and third pair is also correctly matched. So ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, all 3. So moving on to the next question. ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂസിങ് വാട്ടർ ഓൺ എ ലിഥിയം അയോൺ ബാറ്ററി ഫയർ കുഡ് ലിഥിയം അയോൺ ബാറ്ററി ഫയർ കുഡ് ഇൻറ്റൻസിഫൈ ദ ഫയർ. അതായത് ലിഥിയം അയോൺ ബാറ്ററിയിൽ ഉണ്ടാകുന്ന ഒരു ഫയറിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്താൽ ആ പർട്ടിക്കുലർ ഫയർ ഇൻറ്റൻസിഫൈ ആകുമെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കാം. ലിഥിയം അയോൺ ബാറ്ററി ഈസ് വോൾട്ടായിക് ആസ് വെൽ ആസ് ആൻ ഇലക്ട്രോലിറ്റിക് സെൽ. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും സ്റ്റാൻഡ് അലോൺ ആയിട്ട് ശരിയാണ്. ബിക്കോസ് ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം ന്യൂസിൽ കേൾക്കുന്നതാണ്. ഇലക്ട്രിക് മൊബിലിറ്റി ആയിട്ടും EV ട്രാൻസിഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി കേൾക്കുന്നതാണ്. ലിഥിയം അയോൺ ബാറ്ററി ഈസ് എ വോൾട്ടായിക് ആസ് വെൽ ആസ് ഇലക്ട്രോലിറ്റിക് സെൽ. സോ അതുകൊണ്ടാണ് അത് റീചാർജബിൾ ബാറ്ററി ആവുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിലും ചില പർട്ടിക്കുലർ ഫയേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കെറോസിൻ ബേസ്ഡ് ഫയർ ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ളത് അവിടെ വാട്ടർ യൂസ് ചെയ്യരുത്, വാട്ടർ അതിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുതെന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനത്തെ കോമൺ സെൻസ് നോളജാണ് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതും ശരിയായ ഒരു ഫാക്റ്റാണ്. ബട്ട് ബോത്ത് ഓഫ് ദീസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ അൺറിലേറ്റഡ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു റൈറ്റ് എക്സ്പ്ലനേഷൻ അല്ല, രണ്ടും സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 69. എഗെയിൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് വിത്ത് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ മൂൺ ഇന്ത്യ ബിക്കെയിം ദ 5th country to soft land on the moon. സോ ചന്ദ്രയാൻ 3 നമ്മുടെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു, അത് സക്സസ്ഫുൾ ആയി. സോ അത് ബേസ് ചെയ്ത് ന്യൂസ് ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ എന്നുള്ളതും ഇന്ത്യ 4th country ടു സോഫ്റ്റ് ലാൻഡ് ഓൺ ദ മൂൺ ഉള്ള ആ ഒരു 2 ഫാക്റ്റ് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒബ്വിയസ്ലി എല്ലാ ആസ്പിറൻസും വായിച്ചിട്ടുള്ളതായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഫാക്ച്വലി റോങ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ കെ ബാൻഡ് ആൾട്ടിമീറ്റർ കാര എ റേഡിയോ ഫ്രീക്വൻസി റഡാർ ആൾട്ടിമീറ്റർ ബിൽഡ് ബൈ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഡ്യൂറിങ് ദ ലാൻഡിംഗ്. സോ ഇത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് തെറ്റാവാനുള്ള ചാൻസസ് ഈവൻ ഇഫ് നമുക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ലെങ്കിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഓൾറെഡി ഒരു ആസ്പിറൻറ്റിന് അറിയാമെങ്കിൽ ഈസിലി വിൽ എൻഡ് അപ്പ് വിത്ത് ആൻസർ ഓപ്ഷൻ ഡി. Statement 1 is incorrect but statement 2 is correct because 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഇല്ല. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടേംസ് ട്രാൻസ്ഫോമേഴ്സ്, കോൺവല്യൂഷൻ നെറ്റ്വർക്ക് ആൻഡ് അറ്റൻഷൻ റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ആർ അസോസിയേറ്റഡ് വിത്ത്. 4 ഓപ്ഷൻസ് ആണ്. സ്മാർട്ട് ഗ്രിഡ്, പെപ്റ്റൈഡ് മാപ്പിംഗ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ടെറർ മോണിറ്ററിംഗ്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ വേർഡ്സ് നോക്കിയിട്ട് അത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലുമായി മാച്ചിങ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സോ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു കോൺവല്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഓപ്ഷൻ സിയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഒബ്വിയസ്ലി അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്നുള്ള വാക്കാണെങ്കിലും ChatGPTയുടെ ഫുൾ ഫോം നോക്കുമ്പോൾ അതിലെ ലാസ്റ്റ് ടി എന്ന് പറയുന്നത് ദാറ്റ്സ് എ ട്രാൻസ്ഫോമർ. സോ അതും ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ അങ്ങനെയും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 70 ഓപ്ഷൻ സി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കാണ്. ഇതേപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വേർഡ്സ് നോക്കിയിട്ട് ഏതെങ്കിലും വേർഡിങ്സ് ഏതെങ്കിലും ഓപ്ഷൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയും നമുക്ക് UPSC പ്രിലിംസിൽ ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണത്. സോ ഇവിടുത്തെ 70ലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. So moving on to the 71st question. Based on a recent scheme, that is Atal Bhujal Yojana, consider the following statements in relation to Atal Bhujal Yojana. 4 statements under.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് എയിംസ് ടു കമ്മ്യൂണിറ്റി ലെഡ് സസ്റ്റൈനബിൾ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റ് വിച്ച് ക്യാൻ ബി ടേക്കൺ ടു സ്കെയിൽ. ഒബ്വിയസ്ലി ഭൂജൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂജൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഹിന്ദിയാണ്. സോ ഒബ്വിയസ്ലി ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റുമായിട്ട് ബേസ് ചെയ്തുള്ള, മാത്രമല്ല ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സ്കീംസും ലൈക്ക് ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണ്ട ഒരു ഏരിയയാണ്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോബബ്ലി ശരിയാവാൻ തന്നെയാണ് ചാൻസ്. ഈ സെക്കൻഡ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ വാട്ടർ യൂസർ അസോസിയേഷൻ WUA at Gram Panchayat level will be conducting water budgeting exercise. So water budgeting, വാട്ടർ യൂസർ അസോസിയേഷൻസ് ഒക്കെ ഒബിയസ്ലി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വാട്ടർ കൺസർവേഷനെ കുറിച്ച് എവിടെ ന്യൂസിലും മറ്റും അതുപോലെ തന്നെ പഠിക്കുമ്പോഴും ഒക്കെ കേൾക്കുന്ന രണ്ട് ടേംസ് ആണ്. ഒബിയസ്ലി ഇത് അടൽ ഭൂജൽ യോജനയുടെ പാർട്ടാവാൻ തന്നെയാണ് ചാൻസസ് ആർ മോസ്റ്റ് പ്രോബബിൾ. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് കമ്പോണന്റ് ഓഫ് ദി സ്കീം ഈസ് എൻറ്റയർലി ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ പർട്ടിക്കുലർ സ്കീമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ്ങിനും അതിൻ്റെ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്പോണൻറ്റും, അതായത് എൻ്റെ സ്കീം ഫണ്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ്, ഈ പർട്ടിക്കുലർ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയുള്ള എൻറ്റയർലി ഫണ്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ വേൾഡ് ബാങ്ക് ഓൾസോ സപ്പോർട്ട്സ് ദ പ്രോഗ്രാം അണ്ടർ ഈസ് ന്യൂ ലെൻഡിംഗ് ഇൻസ്ട്രുമെന്റ് പ്രോഗ്രാം ഫോർ റിസൾട്ട്സ്. സോ ഇതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും ട്രൂ ആണ്. സോ അടൽ ഭൂജൽ യോജനയെ കുറിച്ച് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, all 4. Moving on to the next question, 72nd question. In the context of space missions, the term have and one refers to. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയാസ് റീസെൻ്റ്ലി ടെസ്റ്റഡ് ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചൈനാസ് ഫസ്റ്റ് പെർമനന്റ് സ്പേസ് സ്റ്റേഷൻ എൻവിസേജ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ HEV വിച്ച് ക്യാൻ ബി ലോഞ്ച് ഫ്രം സ്പേസ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വേൾഡ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്റ്റേഷൻ എൻവിസേജ്ഡ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അഫയേഴ്സിൽ ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടേം ആണ് ഹാവ് ആൻഡ് വൺ എന്ന് പറയുന്നത്. ഇത് വേൾഡ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്പേസ് സ്റ്റേഷൻ എൻവിസേജ്ഡ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. So moving on to the 73rd question. Consider the following statements. Agni Prime is a ballistic two-stage canisterized solid propellant missile with a strike range of maximum 2000 kilometers. Second statement എന്ന് പറയുന്നത് canisterization will improve its storage and mobility while increasing the time required for the launch എന്നുള്ളതാണ്. സോ ഡിഫൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫാക്ച്വൽ ആണ്, ബട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഈ പർട്ടിക്കുലർ ടൈം, അതായത് കാനിസ്റ്ററൈസേഷൻ എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ലോഞ്ച് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഒബ്വിയസ്ലി ആ പർട്ടിക്കുലർ ഫാക്ട് അറിയാമെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബവ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, വൺ only. So moving on to the next question. Recently, Chandrayaan 3 has soft landed on Moon's south pole. With reference to the significance of Moon's south pole, consider the following statements. So മൂണിൻ്റെ സൗത്ത് പോളിൻ്റെ ഒരു പെർട്ടിക്കുലർ സിഗ്നിഫിക്കൻസ് ബേസ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ചാൻസസ് ഓഫ് വാട്ടർ ഐസ് ഇൻ ദ ഷാഡോഡ് ക്രാറ്റേഴ്സ് കുഡ് ബി യൂസ് ഫോർ പ്രൊഡ്യൂസിങ് റോക്കറ്റ് ഫ്യൂവൽ. ലൈക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ നമുക്ക് അനലൈസ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇമ്പാക്ട് ബേസിൻ അറ്റ് ദ സൗത്ത് പോൾ ക്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ഏർലി സോളാർ സിസ്റ്റം. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ലൊക്കേഷൻ ഫോർ ഒബ്സർവേഷൻ ഓഫ് റേഡിയോ വേവ്സ്. സോ ഈ പെർട്ടിക്കുലർ ചന്ദ്രയാൻ എന്തുകൊണ്ട് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തു, സോ അതിൻ്റെ ഒരു ബേസിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു ന്യൂസിൽ വായിച്ചിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് അറിയാൻ സാധിക്കും. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇന്ത്യയുടെ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ലൈക്ക് പ്രിലിംസിന് പ്രോബബിൾ ആണ്. സോ ഒബ്വിയസ്ലി ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും കീയും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, all 3. So moving on to the next question. That is about gene edited mustard. Consider the following statements regarding gene edited mustard. First statement എന്ന് പറയുന്നത് it addresses the problem of low glucosinolates in mustard seeds. The second statement എന്ന് പറയുന്നത് it uses zinc finger nucleases technology for genome editing. Third statement എന്ന് പറയുന്നത് in India genetic engineering appraisal committee clearance is required for its open field trials leading to
commercial release. Which, how many of the following statements given above are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്, ജീൻ എഡിറ്റഡ് മസ്റ്റാർഡിനെ കുറിച്ചാണ്. സോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ജീൻ എഡിറ്റഡ് മസ്റ്റാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാര്യം ജീൻ എഡിറ്റഡ് മസ്റ്റാർഡ്സിൽ മസ്റ്റാർഡ് സീഡ്സ് ആർ ഓൾറെഡി ഹൈ ഇൻ ഗ്ലൂക്കോസൈനോലേറ്റ്സ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ജീൻ എഡിറ്റഡ് മസ്റ്റാർഡ് യൂസ് ചെയ്യുന്നത് ക്രിസ്പർ കാസ്9 ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് നോട്ട് യൂസിങ് സിംഗ് ഫിംഗർ ന്യൂക്ലിയസ് ടെക്നോളജി അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുമ്പോൾ GM മസ്റ്റാർഡുമായിട്ട് കൺഫ്യൂസ്ഡ് ആകാൻ ചാൻസസ് ഉണ്ട്. സോ കെയർഫുള്ളി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻ ഇന്ത്യ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ക്ലിയറൻസ് ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഓപ്പൺ ഫീൽഡ് ട്രയൽസ് ലീഡിംഗ് ടു കൊമേഴ്ഷ്യൽ റിലീസ്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കാര്യം അത് ജനറ്റിക്കലി മോഡിഫൈഡ്, ഒരു ട്രാൻസ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ക്രോപ്സിനാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് ആവശ്യമുള്ളത്. ഈ പറയുന്ന ജനറ്റിക്കലി എഡിറ്റഡ് ക്രോപ്സിന് അതിൻ്റെ ആവശ്യമില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. So how many of the given statements correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So none of the above statements are correct. So the answer is option D. Moving on to the 76th question. Considering solid state refrigerators, compare the following statements with traditional refrigerators. So recently Ministry of Power Ministry of Renewable Energy കൂടെ ചേർന്ന് മാഹിർ എന്ന് പറഞ്ഞ് പവർ സെക്ടറിൽ എമർജിംഗ് ടെക്നോളജീസിൻ്റെ ഇൻട്രൊഡക്ഷന് വേണ്ടി ഒരു പെർട്ടിക്കുലർ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഈ സോളിഡ് സ്റ്റേറ്റ് റെഫ്രിജറേറ്റർ. സോ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ട്രഡീഷണൽ റെഫ്രിജറേറ്റേഴ്സും സോളിഡ് സ്റ്റേറ്റ് റെഫ്രിജറേറ്റേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സോ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് SSR ഓഫർ റിലേറ്റീവ്ലി പ്രിസൈസ് ടെമ്പറേച്ചർ കൺട്രോൾ. സോ ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റം വരുമ്പോൾ വരാൻ പറ്റുന്ന ഒരു പ്രോബബിളി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി പ്രിസൈസ് ടെമ്പറേച്ചർ കൺട്രോൾ അത് ഒരു അഡ്വാൻസ്മെന്റ് ആണ്, ഒരു പുതിയ എമർജിംഗ് ടെക്നോളജിയുടെ. SSR യൂസ് ഫ്യൂവർ ഹാംഫുൾ റെഫ്രിജറൻസ് അതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രോബബിളി ശരിയാവാൻ ചാൻസസ് കൂടുതലാണ്. SSR ആർ മോർ എനർജി എഫിഷ്യൻറ്റ് as they don't have any compressor. സോ മോർ എനർജി എഫിഷ്യൻ്റ് എന്നുള്ളതും ശരിയാവാൻ ചാൻസ് ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി കംപ്രസർ എന്നുള്ളത് അറിയണമെന്നില്ല. ബട്ട് ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോളിഡ് സ്റ്റേറ്റ് റെഫ്രിജറേറ്റേഴ്സിന് കംപ്രസർ ഇല്ല. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് റെഫ്രിജറേറ്റേഴ്സ് പ്രൊഡ്യൂസ് മോർ വൈബ്രേഷൻസ് ആൻഡ് ഹെൻസ് ആർ നോയ്സി. സോ അത് ബട്ട് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള ട്രഡീഷണൽ റെഫ്രിജറേറ്റേഴ്സിന് കംപ്രസർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് സോ അത് വൈബ്രേഷൻസ് ഉണ്ടാക്കും, അതേപോലെ തന്നെ ദേ ആർ ടു നോയ്സി എന്നാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ട്രഡീഷണൽ റെഫ്രിജറേറ്റേഴ്സിൻ്റെ ആണ്. SSR ആർ റിലേറ്റീവ്ലി നോയ്സ്ലെസ്. സോ ഒബ്വിയസ്ലി ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആൻഡ് 1 ഈസ് റോങ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ C, only 3. So moving on to the next question. Question number 77. Assertion reason type question ആണ്. So first statement എന്ന് പറയുന്നത് India is the world's second largest manufacturer of mobile phones. Second statement എന്ന് പറയുന്നത് many local companies and some foreign companies operating in India has taken advantage of India's production linked incentive scheme. So government സ്കീമിൻ്റെ ഈ പെർട്ടിക്കുലർ ഗവൺമെൻറ് സ്കീമിൽ ഒബിയസ്ലി ലോക്കൽ കമ്പനീസും ഫോറിൻ കമ്പനീസും ഇൻവോൾവ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ഈ പെർട്ടിക്കുലർ സ്കീമിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ഇന്ത്യ ഈസ് ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് മൊബൈൽ ഫോൺ ആയിട്ട് മാറിയത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ലൈക്ക് ന്യൂസ് പേപ്പറിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് നമുക്ക് എത്താൻ പറ്റും. ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, അതൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒബ്വിയസ്ലി PLI സ്കീമിന്റെ ബേസിക് കമ്പോണൻസിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ സോൾവബിൾ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. കാര്യം ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടായ ഒരു എഫക്റ്റ് ആണ് ഇന്ത്യ ബിക്കെയിം വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് മൊബൈൽ ഫോൺ എന്നുള്ളത്. സോ ഒബ്വിയസ്ലി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 is the correct explanation of statement 1. So next question number 78. With present stage of development, additive manufacturing can be used in development of which of the following?
സോ പ്രസൻറ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അഡിക്റ്റീവ് മാനുഫാക്ചറിങ്. സോ ടേം കൺഫ്യൂസിങ് ആവരുത്, അത് 3D പ്രിൻറ്റിങ് തന്നെയാണ്. സോ 3D പ്രിൻറ്റിങ് പെർട്ടിക്കുലർ അതിൻ്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ച് താഴെ തന്നിരിക്കുന്ന എന്തൊക്കെ ഓപ്ഷൻസ്, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, യെസ് ഒബ്വിയസ്ലി റൈറ്റ് ആണ്. മൂവിങ് പാർട്സ് ഓഫ് വെഹിക്കിൾസ്, അതും ശരിയാണ്. പാർട്സ് ഓഫ് റോക്കറ്റ്സ്. സോ ഈ മൂന്നും ഇപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ച് ഡൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഓഫീസ് ബാംഗ്ലൂരിൽ 3D പ്രിൻറ്റിംഗ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഫസ്റ്റും ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1, 2 and 3. So moving on to the 79 question, assertion and reason type question ആണ്. Consider the following statements regarding nuclear bombs. Statement 1, Trinity test at Los Alamos and the bomb triggered over Nagasaki used uranium-235 as fuel. So recently Oppenheimer movie റിലീസായപ്പോൾ മാൻഹാട്ടൻ പ്രോജക്റ്റ് മുതലായ ടോപ്പിക്സ് ഒക്കെ റിപ്പീറ്റഡ്ലി ന്യൂസിൽ ഉണ്ടായിരുന്നു. സോ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് Trinity tested Los Alamos and the bomb triggered over Nagasaki used uranium-235 as fuel. സോ uranium-235 ആണോ ഫ്യൂവലായിട്ട് യൂസ് ചെയ്തെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ആ ഒരു ഫാക്ച്വൽ നോളജ് എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇരിക്കട്ടെ. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കുകയാണെങ്കിൽ, ദോ ഡീറ്റനേഷൻ പ്രോസസ് ഈസ് കോംപ്ലെക്സ്, uranium-based bombs are more efficient than plutonium-239 counterparts. സോ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഡൂവബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആറ്റം ബോംബുകളെ കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഫ്യൂവലിനെ കുറിച്ചും ഒക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഡൂവബിൾ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ ആവശ്യമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. നഗാസാക്കിയിൽ യൂസ് ചെയ്തത് പ്ലൂട്ടോണിയം ആണ്, യുറേനിയം അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, യുറേനിയം ബേസ്ഡ് ബോംബ്സ് അല്ല മോർ എഫിഷ്യൻറ്റ്. ആക്ച്വലി പ്ലൂട്ടോണിയം-239 ബേസ്ഡ് ബോംബ്സ് ആണ് മോർ എഫിഷ്യൻറ്റ് ഡിറ്റോണേഷൻ പ്രോസസ്സിൽ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കണം. യെസ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. സോ യൂഷ്വലി അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യന് 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻസ് ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടില്ലായിരുന്നു. സോ ബട്ട് ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടൽ പെൻഷൻ യോജന ഈസ് ഇംപ്ലിമെൻറ്റഡ് അണ്ടർ. സോ പാസ്റ്റ് ഇയേഴ്സിൽ അടൽ ഇന്നൊവേഷൻ മിഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, ഏത് ബോഡിയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതേ ഒരു പാറ്റേൺ തന്നെ. പിന്നെ അടൽ പെൻഷൻ യോജന റീസെൻ്റ്ലി 8 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. സോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അടൽ പെൻഷൻ യോജന ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നീതി ആയോഗ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ബോഡിയാണെന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. സോ ഒബ്വിയസ്ലി പെൻഷൻ യോജന, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓപ്ഷനിൽ ആ വേർഡ് മാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ബട്ട് അത് റെഗുലേറ്ററി ബോഡി ആയതുകൊണ്ട് ഈ പർട്ടിക്കുലർ അടൽ പെൻഷൻ യോജന ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവരാണോ എന്ന് കൺഫ്യൂസിങ് ആയിരിക്കും. ബട്ട് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനും കൂടെ ഈ അതോറിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 81. Consider the following statements regarding Mishti Yojana, Mangrove Initiative for Shoreline Habitats and Tangible Incomes. First statement എന്ന് പറയുന്നത് it is implemented under Ministry of Environment, Forest and Climate Change. So ലാസ്റ്റ് ഇയർ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാമാണ് മിഷ്ടി യോജന. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഡെഡിക്കേറ്റഡ് ഫണ്ട് ഓഫ് ഫണ്ട്സ് വിൽ ബി ക്രിയേറ്റഡ് അണ്ടർ ഗ്രീൻ ഇന്ത്യ മിഷൻ ഫോർ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. സോ അതൊരു ഫാക്ച്വൽ നോളജ് ആവശ്യമുണ്ട്. ബട്ട് മിഷ്ടി യോജന യൂസ് ചെയ്യുന്നത് അതിനൊരു ഡെഡിക്കേറ്റഡ് ഫണ്ട് ഇല്ല. അത് യൂസ് ചെയ്യുന്നത് ക്യാമ്പ ഫണ്ടും അതേപോലെ തന്നെ MGNREGയുടെ ഫണ്ടും യൂസ് ചെയ്താണ് ഈ പർട്ടിക്കുലർ സ്കീം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് given above is or are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Only the first statement is correct. So the answer is option A, only one. So moving on to the 82nd question. Direct question ആണ്. Which one of the following countries became the first country in the world to regulate anti-tobacco warning on OTT platforms? Factual knowledge ആണ്. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, USA. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്.
സോ ഒരു റീസെൻറ്റ് കറണ്ട് അഫെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫാക്ച്വൽ ആണ്, അറിയുമെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. So 83rd question, recently preparedness and resilience for emerging threats PRET initiative was launched by World Health Organization, World Meteorological Organization, Interpol and IUCN. So ഇവിടെ ഈ പെർട്ടിക്കുലർ ഇനിഷ്യേറ്റീവ് അഡ്രസ്സ് ചെയ്യുന്നത് എമേർജിങ് ത്രെഡ്സിനെ കുറിച്ചാണ്. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്റർപോൾ, ഈവൻ WMO, ഈവൻ IUCN കൺഫ്യൂസിങ് ആയിരിക്കാം എമേർജിങ് ത്രെഡ്സിനെ കുറിച്ച്. സോ ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഫ്യൂച്ചർ പാൻഡമിക്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എമേർജിങ് ത്രെഡ്സിനും വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യേറ്റീവ് ആണ് PRET ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ ന്യൂസിലുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ന്യൂസ് പേപ്പർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ്പിറൻസിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. So moving on to the next question. 84th question, pair based question ആണ്. സബ്മറൈൻ ക്ലാസ്സും ഇന്ത്യ ആ പർട്ടിക്കുലർ സബ്മറൈൻ ക്ലാസ്സിന് വേണ്ടി കൊളാബറേറ്റ് ചെയ്യുന്ന കൺട്രിയുമായിട്ടാണ് മാച്ച് പെയർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് കൽവാരി ഫ്രാൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് സിന്ധുഘോഷ് ജർമ്മനി ആയിട്ടാണോ, തേർഡ് ശിശുമാർ റഷ്യ ആയിട്ടാണോ? ഫാക്ച്വൽ നോളജ് ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൽവാരി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. ലൈക്ക് കൽവാരി റിപ്പീറ്റഡ്ലി ന്യൂസിൽ വരുന്നതാണ് P75 പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഒബ്വിയസ്ലി അത് ഇന്ത്യ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസുമായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. സെക്കൻഡ് മാച്ച് പെയർ സിന്ധുഘോഷ് ആക്ച്വലി റഷ്യ ആയിട്ടും ശിശുമാർ ആക്ച്വലി ജർമ്മനി ആയിട്ടുമാണ്. സോ അവിടെ ഓപ്ഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫാക്ച്വൽ നോളജ് ആവശ്യമാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് among the following pairs are correctly matched എന്നാണ്. ഇവിടെ ആൻസർ ഈസ് only one, that's option A. So next question, consider the following statements with reference to recently launched CPACE. റീസെൻറ്റ് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തൊരു പർട്ടിക്കുലർ എൻറ്റിറ്റി ആണ് CPACE എന്ന് പറയുന്നത്. സോ അത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യപ്പെട്ടു. സോ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻട്രലൈസ്ഡ് പ്രോസസ് ഓഫ് സ്ട്രൈക്കിംഗ് ഓഫ് കമ്പനീസ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് രജിസ്റ്റർ. ശരിയാണോ എന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ CPACE ഓഫീസ് വിൽ വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് DPIIT. ഹോൾഡ് ഓൺ ചെയ്യാം. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ് വുഡ് നൗ ബി കംപ്ലീറ്റഡ് ഇൻ 6 months. എഗെയിൻ ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. സോ CPACE കുറിച്ച് ലൈക്ക് റീസെൻ്റ്ലി ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് കമ്പനീസിന് എക്സിറ്റ് റൂട്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റാണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് MCA രജിസ്റ്റർ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയാണ് CPACE എന്ന് പറയുന്നത്. ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന DPIIT എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിൽ വരുന്നതാണ്. അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ വരുന്നതല്ല. സോ ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് അസ്യൂം ചെയ്യാം. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാക്ച്വൽ ആണ്. ആക്ച്വലി ഇത് 6 months കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് ലൈക്ക് ആ ഒരു എയിമോടെ തന്നെയാണ് CPACE ലൈക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നൗ ഒരു 2 years ഒക്കെ എടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ 6 months ക്രഞ്ച് ചെയ്യാനാണ് ഈ പർട്ടിക്കുലർ CPACE എന്നുള്ള എൻറ്റിറ്റി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ only 2, option B is the correct answer. So moving on to the next question. Kirit Pari committee recently seen in news is related to. So ന്യൂസിൽ വരുന്ന പ്രോമിനൻറ്റ് കമ്മിറ്റീസും അവയുടെ മാൻഡേറ്റും എന്താണെന്ന് അറിഞ്ഞിരിക്കുക ആസ്പിറൻസ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു സ്റ്റഡി ആൻഡ് ഇവാലുവേറ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ ഇൻ ഇന്ത്യ. സെക്കൻഡ് ഓപ്ഷൻ ടു റിവ്യൂ ദ എക്സിസ്റ്റിംഗ് പ്രൈസിംഗ് ഫോർമുല ഫോർ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇൻ ഇന്ത്യ. Third, to study the existing special economic zone policy of India. And fourth statement, to strengthen the capital goods sector. So ഇതൊരു കറണ്ട് അഫെയർ ആണ്, ബട്ട് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ബാക്കിയുള്ള പെർട്ടിക്കുലർ നേരത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റീസിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്തിച്ചേരാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ആക്ച്വലി വിജയ് കേൽക്കർ കമ്മിറ്റിയാണ്. PPP മോഡലിൽ എക്സ്റ്റെൻഡ്
ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ് ഓൺ ചെയ്യാം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാബ കല്യാണി കമ്മിറ്റി. സോ ഡി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കമ്മിറ്റി ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടു റിവ്യൂ ദ എക്സിസ്റ്റിംഗ് പ്രൈസിംഗ് ഫോർമുല ഫോർ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് നാച്ചുറൽ ഗ്യാസ് ഇൻ ഇന്ത്യ. സോ റീസെൻ്റ്ലി ഈ പർട്ടിക്കുലർ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസിംഗ് ഫോർമുലയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ കറണ്ട് റെലവൻസ് എന്ന് പറയുന്നത്. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 87. Consider the following: chartered accountants, jewelers, advocates, company service providers, real estate agents. Which of the following are made reporting entities under Prevention of Money Laundering Act? So PMLA Act, ED ഒക്കെ റിപ്പീറ്റഡ്ലി ന്യൂസിലുള്ള ടോപ്പിക്കാണ്. സോ ഈ തന്നിട്ടുള്ള എൻറ്റിറ്റീസിൽ ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ്, പെർട്ടിക്കുലർ എൻറ്റിറ്റീസിൽ ഏതൊക്കെയാണ് PMLAക്ക് കീഴിൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ് ആയിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. So 1, 2, 5 only, 1, 3, 5 only, 1, 2, 4 and 5 only, 1, 2, 3 and 4 only ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് റീസെൻ്റ്ലി ആഡ് ചെയ്യപ്പെട്ടു, അതൊരു കറണ്ട് അഫെയർ ആണ്. സോ ദാറ്റ്സ് കറക്റ്റ്. ജുവലേഴ്സ് ഓൾറെഡി ഉണ്ട്. അഡ്വക്കേറ്റ്സ് ന്യൂസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അഡ്വക്കേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ഗവൺമെൻറ് ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ്. കാരണം എവിഡൻസ് ആക്ട് പ്രകാരം അവർക്ക് ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അവരുടെ ക്ലയൻസിൻ്റെ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാൻ. സോ അഡ്വക്കേറ്റ്സ് ഇതിൻ്റെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ് ആയിട്ട് PMLAയുടെ കീഴിൽ വരില്ല. കമ്പനി സർവീസ് പ്രൊവൈഡേഴ്സ് യെസ്. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ് യെസ്. സോ ഓപ്ഷൻ 3 ഇല്ല എന്നറിയാമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. കമ്പനി സർവീസ് പ്രൊവൈഡേഴ്സും ഇതിൻ്റെ പാർട്ടാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1, 2, 4 and 5 only. Question number 88. Recently, the Dholpur Karauli Sanctuary of Rajasthan became 54th Tiger Reserve of India. How many states in India currently have 5 or more tiger reserves? So, Dholpur Karauli Sanctuary Tiger Reserve ആയതിലൂടെ രാജസ്ഥാനിലും ഇപ്പോൾ 5 ടൈഗർ റിസർവ് ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ അക്കോർഡിംഗ് ടു എൻവിസ് ഡാറ്റ 5 സ്റ്റേറ്റ്സ് ആണ്. സോ കീയിൽ അതിൻ്റെ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് റെഫർ ചെയ്യുക. ഇതും ടൈഗർ റിസർവ് ബേസ് ചെയ്ത ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 89. Which of the following statements is or are correct regarding rights of person with disabilities act 2016? വൾണറബിൾ സെക്ഷൻസിന് വേണ്ടിയുള്ള ആക്ട്സ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രീവിയസ് പ്രിലിംസിൽ UPSC ചോദിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ടിൻ്റെ ഒരു പർട്ടിക്കുലർ റൂള് റീസെൻ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു. സോ അതാണ് ഇതിൻ്റെ കറണ്ട് അഫെയർ റെലവൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവറി ചൈൽഡ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 16 and 18 years shall have the right to free education. സോ RTയുടെ നമ്മൾ ടൈം ലൈൻ ഏജ് ഗ്രൂപ്പ് പറയുന്നത് 6 to 14 ആണ്. സോ ഒബ്വിയസ്ലി ഇവിടെ 6 to 18 വരുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 6 to 18 വരെയുള്ള ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള എല്ലാ ചൈൽഡിനും റൈറ്റ് ടു ഫ്രീ എഡ്യൂക്കേഷൻ ഈ ആക്ട് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. So second statement, 4% reservation in seats in government and government aided higher educational institution for person with benchmark disabilities. Third statement, 5% reservation in government jobs for certain persons or class of person with benchmark disability. So ഇവിടെ ആക്ച്വലി സംഭവിച്ചത് ഈ ഡാറ്റ പർട്ടിക്കുലർ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. UPSC പ്രിലിംസിന് ഓപ്ഷൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്ത് ഓപ്ഷൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്. സോ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്. സോ ഹിയർ ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ എ, ഓൺലി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് വർഷങ്ങളായിട്ട് UPSC സ്പോർട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഒരു സ്പോർട്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് 10th FIDE ചെസ് വേൾഡ് കപ്പ്. 2 statement question ആണ്. For the first time 4 Indians qualified for the quarter finals. Factual ആണ്. The tournament was held in Azerbaijan. So recently പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസനുമായിട്ട് ഫൈനൽ കളിച്ചുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ ടൂർണമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം 4 Indians qualified for the quarter finals എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. ആക്ച്വലി ഇത് ബാക്കു എന്നുള്ള അസർബൈജാൻ സിറ്റിയിലാണ് ടൂർണമെൻറ്റ് നടന്നത്. സോ ഒബ്വിയസ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബോത്ത്
the statements are correct. Hence, the answer is option C, both 1 and 2. Moving on to the next question, question number 91. Which of the following statements is or are correct regarding National Rural Employment Guarantee Act? If the demanded employment is not provided within 30 days, the applicant is entitled to an unemployment allowance. നമുക്കറിയാം MGNREGA ഒരു ഡിമാൻഡ് ബേസ്ഡ് സ്കീമാണ്. ഡിമാൻഡഡ് എംപ്ലോയ്മെൻറ്റ് 30 ഡേയ്സിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആപ്ലിക്കൻറ്റിന് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസിന് എൻറ്റൈറ്റിൽഡ് ആണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Second statement, if the work is provided beyond 5 kilometers, a travel allowance of 5% of the wage needs to be paid. So, ആക്ട് ബേസ് ചെയ്തുള്ള അഗെയിൻ ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് an additional 100 days of wage employment are provided over and above the 100 days in the notified drought affected areas or natural calamity areas in the country. സോ റീസെൻ്റ്ലി വെസ്റ്റ് ബംഗാൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇമ്പോർട്ടൻറ്റ് ടസിലിന് വന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് MGNREGA ഫണ്ട് റിലീസ് ചെയ്യുന്നതിലെ ഡിലേസ് ആണ്. സോ ഒബിയസ്ലി ഇത് കറണ്ട് അഫെയർ ഇമ്പോർട്ടൻസ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. ആക്ച്വലി 15 ഡേയ്സ് ആണ്. 15 ഡേയ്സിനുള്ളിൽ പർട്ടിക്കുലർ ആപ്ലിക്കൻറ്റിന് ജോബ് കാർഡോ ജോബോ കിട്ടിയില്ലെങ്കിലാണ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എൻറ്റൈറ്റിൽഡ് ആവുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി 5 കിലോമീറ്റർ റേഡിയസിന് പുറത്താണ് വർക്ക് അസൈൻ ചെയ്യുന്നതെങ്കിൽ വേജിൻ്റെ 10% ആണ് ട്രാവൽ അലവൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയാസിൽ അഡീഷണൽ 50 ഡേയ്സ് കൂടെയാണ് വർക്ക് അസൈൻ ചെയ്യാൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ തെറ്റാണ്. സോ ഹിയർ നൺ ഈസ് ദ ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. Question number 92. Among the following hematological conditions, which one is characterized by abnormal hemoglobin and can be classified into various types such as alpha and beta, causing a spectrum of severity in symptoms and is commonly associated with Mediterranean and Southeast Asian populations? So, ഹെമറ്റോളജിക്കൽ, സോ ഒബിയസ്ലി ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷനാണ്. ഓപ്ഷൻ തന്നിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ, ഹിമോഫിലിയ, ലുക്കീമിയ, തലസീമിയ എല്ലാം ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. സോ പർട്ടിക്കുലർ ഡിസോർഡറിനെ കുറിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഡൂവബിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് തലസീമിയ. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കീയിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ തലസീമിയയ്ക്ക് വേണ്ടിയാണെങ്കിലും സിക്കിൾ സെൽ അനീമിയ എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ ഗവൺമെൻറ് സ്കീംസ് റൺ ചെയ്യുന്നുണ്ട്. സോ ഈ പെർട്ടിക്കുലർ ബ്ലഡ് ഡിസോർഡേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 92ൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, തലസീമിയ. Moving on to question number 93. Consider the following statements regarding Tirukkural. So first statement എന്ന് പറയുന്നത് Tirukkural is a literary work attributed to the sage Tiruvalluvar consisting of concise couplets covering diverse aspects of life. Second option എന്ന് പറയുന്നത് themes of Tirukkural include ethics, governance, love, affecting the wisdom of ancient Tamil society. Third statement എന്ന് പറയുന്നത് Tirukkural is primarily composed in prose with a narrative structure similar to epics like Silappatikaram. So obviously Tirukkural GS 4 പഠിക്കുമ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി അത് എത്തിക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തിരുവള്ളുവറിനാണ് ലൈക്ക് ഒബ്വിയസ്ലി തിരുവള്ളുവർ. സോ ആ ഒരു വേർഡ് ഡീകൺസ്ട്രക്ഷൻ എന്ന് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നറിയാം. ബട്ട് നമ്മൾ തിരുക്കുറലിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് അത് പ്രോസ് ആയിട്ടല്ല, ആക്ച്വലി കപ്ലെറ്റ് ഫോംസിലാണ് ആ പർട്ടിക്കുലർ ലിറ്റററി വർക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. സോ ഒബിയസ്ലി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ ഫസ്റ്റ് 2 statements are correct and third statement is wrong. So answer is option B, only 2. Again a sports based question. Consider the following statements in respect of 127th French Open. So ഈ പർട്ടിക്കുലർ ഫ്രഞ്ച് ഓപ്പണിലാണ് നൊവാക് ജോക്കോവിച്ച് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ നേടി. ലൈക്ക് മെൻസ് ടെന്നീസ് എറേനയിലെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്യുന്ന പ്ലെയർ ആയിട്ട് മാറിയത്. സോ ഈ 127th ഫ്രഞ്ച് ഓപ്പൺ 2023 ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഐ മീൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഒൺലി ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ടു ബി പ്ലേഡ് ഇൻ എ ക്ലേ കോർട്ട്. സോ ടെന്നീസ് ഗെയിമിനെ കുറിച്ചും അതിൻ്റെ ഗ്രാൻഡ് സ്ലാമുകളെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഡൂവബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ ട്രോഫി ഫോർ ദ വിന്നർ ഇൻ ദ വുമൻസ് സെക്ഷൻ ഈസ് ദ മസ്കിറ്റേഴ്സ് കപ്പ്. Third statement, Novak Djokovic became the only male player to win all 4
Grand Slam title at least 3 times. Fourth statement, the tournament is also known as Roland Garros. So ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഒഴിച്ച് ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ഒരു ബൗൺസർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് only 3, that is option C. So 95th question, consider the following statements in respect of third Khelo India University Games. So obviously sports based question previous year വന്നപ്പോൾ പർട്ടിക്കുലർ സ്പോർട്സ് ഇവൻ്റ് ആഡ് ചെയ്തതും അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ സ്പോർട്സ് ഇവൻറ്റിൻ്റെ മോട്ടോയും അതിൻ്റെ മാസ്കോട്ടും ഒക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ തേർഡ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്ന ജീത്തു ഒരു ടൈഗർ ആണോ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ നമുക്ക് ലൈക്ക് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, അറിയുമെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോവിംഗ് ആണ് ന്യൂ കാറ്റഗറി ഓഫ് സ്പോർട്സ് ആഡഡ് ഇൻ ദ തേർഡ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്. സോ അതും ഫാക്ച്വലാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചണ്ഡീഗർ വോൺ ദ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. സോ ഇവിടെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി 2 ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ജീത്തു ഇസ് എ ബാരസിംഗ ഓർ എ സ്വാം ഡിയർ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2ഉം 3ഉം കറക്റ്റാണ്. സോ ദ ഓപ്ഷൻ വിൽ ബി C, 2 and 3 only. So moving on to the 96th question, again a sports based question based on 16 Special Olympic World Games. So the official motto for this Olympics is unbeatable together. So factual ആണ്. Second statement, the event is conducted every 4 years. So again factual information ആണ്. But second statement തെറ്റാണ്. Every 2 years ആണ് പർട്ടിക്കുലർ സ്പെഷ്യൽ ഒളിമ്പിക് വേൾഡ് ഗെയിംസ് നടത്താറുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ വുഡ് ബി ഓപ്ഷൻ A, 1 only. So next question, consider the following statements about Peacetime Gallantry Award. So recently UPSC awards ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും പ്രിലിംസിൽ ചോദിക്കാറുണ്ട്. സോ Peacetime Gallantry Award ആയ കീർത്തി ചക്ര ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. So first option, it is the peacetime equivalent of Paramveer Chakra. Second option, the award is open to civilians as well as military personnel, including posthumous awards. Third, Kirti Chakra is above Shauri Chakra in order of precedence. So ഈ first statement എന്ന് പറയുന്നത് actually wrong ആണ്. So Kirti Chakra is the equivalent of Mahavir Chakra. And second, the award is open to civilians as well as military personnel. അതൊരു correct statement ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കീർത്തി ചക്ര ഈസ് എബവ് ശൗര്യ ചക്ര ഇൻ ഓർഡർ ഓഫ് പ്രസിഡൻസ്, അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് only 2, option B. 98th question, 7 days 7 plot program recently in news is related to. So 4 options, United Nations Conference on Trade and Development, International Development Association, World Trade Organization, International Fund for Agriculture Development. So ബേസിക് ഒരു ഐഡിയ ഇല്ലെങ്കിലും 7 days 7 plots. പ്ലോട്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കീം ആവാൻ, ഒരു പ്രോഗ്രാം ആവാൻ ചാൻസ് എന്ന് അസ്യൂം ചെയ്താൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് മാത്രമാണ് എന്തെങ്കിലും ഒരു ലാൻഡ് ബേസ്ഡ് ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളത്. ഇൻ കേസ് ഇവിടെ ഒരു FAO ഉണ്ടായിരുന്നെങ്കിൽ കൺഫ്യൂസിങ് ആയിരുന്നേനെ, ബട്ട് അതില്ലാത്തതുകൊണ്ട് സോ വേർഡ് ഡീകൺസ്ട്രക്ഷൻ വെച്ച് ഓപ്ഷൻ ഡിയിൽ എത്തിച്ചേർന്നാൽ അത് തന്നെയാണ് കറക്റ്റ് ആൻസറും. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. Question number 99. Recently, a medical emergency was declared in Yanomami territory due to reports of children dying of malnutrition and other diseases caused by illegal gold mining. This corresponds to which of the following regions? Amazon, Sahara, Kalahari, Congo Basin. Places in news based ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ബട്ട് ഫാക്ച്വൽ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A, ആമസോൺ ആണ്. ആമസോൺ വെനിസുല ബോർഡറിൽ ഇല്ലീഗൽ ഗോൾഡ് മൈനിങ് കൊണ്ടാണ് ഈ പർട്ടിക്കുലർ ടെറിട്ടറി ന്യൂസിൽ ഉണ്ടായിരുന്നത്. സോ കീ റെഫർ ചെയ്യുക, അതിൻ്റെ മാപ്പും മറ്റ് ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ വൺ ഹെൽത്ത് അപ്രോച്ച്? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ മെഡിക്കൽ സ്ട്രാറ്റജി ഫോക്കസിങ് സോൾലി ഓൺ ഹ്യൂമൻ ഹെൽത്ത് കെയർ, an interdisciplinary approach that recognizes the interconnectedness of human, animal and environmental health,
A philosophy advocating for the superiority of human health over animals and environmental concerns. D. An economic model emphasizing the profitability of healthcare systems. So One Health approach ഓൾവേസ് ന്യൂസിലുള്ളതാണ്. സോ വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഓബിയസ്ലി അതൊരു ഹോളിസ്റ്റിക് മെനി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടേം ആയിട്ടാണ് തോന്നുന്നത്. സോ അങ്ങനെ ആലോചിച്ച് നോക്കിയാലും ഓപ്ഷൻ ബി ആണ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ ആയിട്ട് തോന്നുക. ലൈക്ക് സോ ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതും. സോ the answer is an interdisciplinary approach that recognizes interconnectedness of human, animal, and environmental health. So that's all for today. Thank you.